എംപവർമെന്റ് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ശശിധരൻ എന്നാണ്. ഞാൻ മലപ്പുറം തിരൂർ സ്വദേശിയാണ്. ഞാനൊരു റിട്ടയർഡ് ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു അവസരം വിന്നിംഗ് ടീമിൻ്റെ CEO നമുക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്ന വ്യക്തി, അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എറണാകുളത്ത് നിന്നാണ്, പെരുമ്പാവൂരിൽ നിന്നാണ്. അദ്ദേഹം ഒരു പഠിക്കുമ്പോൾ തന്നെ, അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു അവസരം കാണുന്നതും ഇന്ന് പാഷനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം ഈ ഒരു അവസരത്തിലൂടെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തും നേടിക്കൊടുത്തുകൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ അവസരം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാനില്ല, ഏറെ സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി, എക്സൈറ്റ്മെൻറ്റോടു കൂടി ഞാൻ അദ്ദേഹത്തിനോട് ഇൻവൈറ്റ് ചെയ്യാണ്. വാം വെൽക്കം ശ്രീരാഗ് പെരുമ്പാവൂർ സാർ. വാം വെൽക്കം സാർ. ഗുഡ് ഈവനിങ്. എൻ്റെ ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണ് സാർ. ഓക്കെ, എന്നോട് പരിചയപ്പെടുത്തി. എൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. പറഞ്ഞ പോലെ ഞാൻ ഡിഗ്രിയാണ് കംപ്ലീറ്റ് ചെയ്തത്. BA ആണ് പഠിച്ചത്, BA എക്കണോമിക്സ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ടും, ഞാനൊരു പറഞ്ഞ പോലെ ഒരു പാഷനായിട്ടും കരിയറായിട്ടും ചൂസ് ചെയ്ത ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിന്ന് ഇവിടെ എല്ലാവരും പരിചയപ്പെടാനും ആക്കാനൊക്കെ ആയിട്ട് വന്നേക്കണേ. അതുകൊണ്ട് സമയം കളയുന്നില്ല. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു വരുമാന മാർഗം നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾ ഏതൊരു ജോലിനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിനെയും ബാധിക്കാതെ ഒരു അഡീഷണൽ ഇൻകം, ഒരു എക്സ്ട്രാ ഇൻകം, ഒരു സെക്യൂരിറ്റി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താനായിട്ട് പോണേ. നമുക്ക് ഏകദേശം ഒരു 40 മിനിറ്റ് സമയമാണ് വേണ്ടത്. അതിനുശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ഷെയർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ, റിക്വസ്റ്റാണ്, സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ, എന്തൊരു കാര്യമാണെങ്കിലും ആദ്യ അവസാനം വരെ കേട്ടാലേ നമുക്ക് മനസ്സിലാക്കാനും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഞാനൊരു സ്ലൈഡിന്റെ ഹെൽപ്പോടുകൂടി ഈ വണ്ടർഫുൾ, ഈ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാം. ഒരു സ്ലൈഡ് വിസിബിൾ അല്ലേ? യെസ്, വിസിബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ പേര് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ആ സൂമിലെ ആ പോസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും CEO. പലർക്കും അത് ചിലപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്താണെന്നുള്ളത്. കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്ടിന്റെ പേര്. അതായത് കൺസ്യൂമറായിട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം, കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ അല്ലേ, നമ്മളെല്ലാവരും കൺസ്യൂമറാണ്. ജനനം മുതൽ മരണം വരെ നമ്മൾ കൺസ്യൂമറാണ്. പക്ഷേ അതിൽ നിന്ന് വരെ നമുക്കൊരു സാമ്പത്തികമായിട്ട് നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ നമുക്കൊരു കൺസ്യൂമറായിട്ട് നിന്നുകൊണ്ട് ഒരു നല്ലൊരു ഏർണിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ പ്രൊജക്റ്റാണ് CEO. ഈ CEO പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടെന്നുള്ള മനസ്സിലാക്കുക. നമ്മൾ എന്തൊരു സംരംഭം അല്ലെ, സ്വന്തമായിട്ട് എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ നേർവഴി പറഞ്ഞു തരാനോ, അല്ലെങ്കിൽ സക്സസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാനോ ഒന്നും നമുക്ക് ഒരാൾ പോലും നമുക്ക് ചുറ്റും ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബാക്കപ്പും സപ്പോർട്ടും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടർഫുൾ ഓർഗനൈസേഷനാണ് വിന്നിംഗ് ടീം. അതായത് ഈ വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതായത് അപ്പം നമ്മുടേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമോ നമ്മുടേതായിട്ടുള്ള കഴിവുകളോ ഒന്നും ഇവിടെ ഒരു ബാധകമല്ല. അപ്പം നമ്മുടെ പ്രായം എന്തായിക്കോട്ടെ, ഞാൻ ആദ്യം പറഞ്ഞ വിദ്യാഭ്യാസം എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ജോലി, അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളെ ബാക്കപ്പ് ചെയ്യാൻ ഒരു വണ്ടർഫുൾ വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്കറിയാം, നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സ്വപ്നങ്ങള്, ലക്ഷ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ എൻ്റെ ഒരു സ്വപ്നങ്ങളോ ആവശ്യങ്ങളോ എല്ലായിരിക്കാം, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടം ഉണ്ടാവാന്നുള്ളതായിരിക്കാം, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് സ്വന്തമാക്കാന്നുള്ളതായിരിക്കാം, ചില ആളുകൾക്ക് ഫാമിലി ആയിട്ട് വിദേശ യാത്രകളൊക്കെ അല്ലെ പോവാന്നുള്ളതായിരിക്കാം, ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കാന്നുള്ളതായിരിക്കാം, ചില ആളുകൾക്ക് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം കിട്ടാന്നുള്ളതായിരിക്കാം. ഇതൊക്കെ നോക്കുമ്പോഴും ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്.
പക്ഷെ വർഷങ്ങളായിട്ട് നമ്മൾ പല ജോലി ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സ്വപ്നത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വലിയൊരു എയിമിലേക്കോ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവാം എന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാറ് വീടൊന്നും എനിക്ക് സ്വന്തമാക്കാൻ പറ്റാത്തത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എത്ര വലിയ സ്വപ്നങ്ങളാണെങ്കിലും അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണിത്. ഓക്കെ, നമ്മൾ ഈ ഒരു നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈഫിൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ എപ്പോഴും അല്ലെ, ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമോ അല്ല ഇപ്പോൾ ഫേസ്ബുക്കോ അല്ലേ, അല്ല വാട്സപ്പ്, ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ റീൽസൊക്കെ ആയിട്ട് ഓരോ സക്സസ് സ്റ്റോറീസൊക്കെ ഓരോരുത്തർ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ലൈഫിൽ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരുടെ മനസ്സിൽ ആദ്യം വന്ന കാര്യം കുറച്ച് പൈസയൊക്കെ കിട്ടുകഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതായിരിക്കാം. ശരിക്കും ഒരു പൈസയുടെ കോമ്പിനേഷൻ, ഒരു പൈസ മാത്രമല്ല, ഞാൻ ഈ പറയുന്ന 4 കാര്യത്തിൻ്റെ കോമ്പിനേഷനാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവാന്നുള്ളത്. ഇത് നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും ഒരുമിച്ച് നമ്മുടെ ലൈഫിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ഒരു 5 കൊല്ലോ ഒരു 10 കൊല്ലോ ഒരു 15 കൊല്ലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഒരുമിച്ച് നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് 100% ഉറപ്പാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ മുന്നോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും, എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ഞാൻ പറയുന്ന ഈ 4 കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി 5 കൊല്ലോ 10 കൊല്ലോ ചെയ്താൽ കിട്ടില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മാറി ചിന്തിക്കണം. അങ്ങനെ മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണിത്. 1, ഇനഫ് മണി, സംശയമില്ല, നമുക്ക് ഇഷ്ടംമാതിരി പണം വേണം. അടുത്ത് ഇനഫ് ടൈം, നമുക്ക് ഇഷ്ടംമാതിരി സമയം വേണം. അതുപോലെ തന്നെ പ്രോപ്പർ ഹെൽത്ത്, നല്ല ആരോഗ്യം വേണം. ഇത് മാത്രമല്ല ലൈഫ് സെക്യൂരിറ്റി, ഈ മോളി പറഞ്ഞ കാര്യമൊക്കെ എന്തും ഉണ്ടാവുന്നുള്ള സെക്യൂരിറ്റി എന്ത് ചെയ്യണം, നമുക്ക് വേണം. ഈ 4 കാര്യത്തിൻ്റെ കോമ്പിനേഷനാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞത്. ഇന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, ജീവിതത്തിൽ വിജയിച്ച ഏതൊരാളെയും എടുത്തു നോക്കിക്കോളൂ, ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഒരുമിച്ച് ലൈഫിലേക്ക് വന്ന ആൾക്കാരായിരിക്കാം. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഇഷ്ടംമാതിരി പണം ഉണ്ടാവും, ഇഷ്ടംമാതിരി സമയമുണ്ട്, പക്ഷെ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിലോ ഈ സമയമോ പണമൊന്നും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതിൽ ഇഷ്ടംമാതിരി പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ നിന്നിരിക്കാൻ സമയമില്ല. അപ്പം എന്തില്ല, ഈ പണവും ആരോഗ്യമൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അത് ഒരു കാര്യം പോയി കഴിഞ്ഞാൽ ഒരിക്കലും ലൈഫിൽ ആ സക്സസ് കോമ്പിനേഷൻ നമുക്ക് ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതെല്ലാം, ഈ 4 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓക്കെ, ഇങ്ങനെ നോക്കുമ്പോഴും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റെ ആൻസർ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. 1, വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? എന്താണ് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വരുമാനം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? ഇപ്പോൾ ഉള്ള വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറ്റാറുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? ഇപ്പോൾ ഉള്ള ജോലി അല്ലെങ്കിൽ ആ വരുമാനത്തിൽ എന്ത് സെക്യൂരിറ്റി ആണോ ഉള്ളത്? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? ഇപ്പം നിലവിലുള്ള ജോലി അതിൽ വരുമാനം നിന്ന് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ഒരു വരുമാന മാർഗം നമുക്ക് വേറെ ഉണ്ടോ? ഡു യു ഹാവ് ടു ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നല്ലൊരു ക്വാളിറ്റി സമയം നമ്മുടെ ഫാമിലിയുടെ ഒപ്പം നമുക്ക് ചിലവഴിക്കാനായിട്ട് പറ്റാറുണ്ടോ? ഇതിൻ്റെ എല്ലാ ആൻസർ നമുക്കറിയാം, ഒരു എംപ്ലോയ്മെൻറ്റ് ലെവലിൽ എല്ലാം നോ 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 എന്ന് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനൊക്കെ നമുക്ക് ആ നോ മാറ്റി എസ് ആക്കി മാറ്റാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ലൈഫിൽ ഞാൻ പറഞ്ഞു സക്സസ് ആവണമെങ്കിൽ സമയം വേണം, പണം വേണം, ആരോഗ്യം വേണം, സെക്യൂരിറ്റി വേണം എന്നൊക്കെ ഞാൻ പറയുമ്പോഴും അപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും, ഞാനും വർഷങ്ങളായിട്ട് പല ജോലി ചെയ്യുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നുണ്ടല്ലോ, കഷ്ടപ്പെടുന്നുണ്ടല്ലോ, രാപ്പകൽ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് വരുന്നില്ല? പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവാം. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ലോകത്ത് ജെന്യുവനായിട്ട് വരുമാനം വാങ്ങുന്ന ആൾക്കാർ 4 രീതിക്കാണുള്ളത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിൻ്റെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന ടെസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കേണ്ടയും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് തന്നെ ഒരു പോയിന്റാണ്. കാരണം ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കിയ ഒരു തിയറിയാണിത്. ലോകത്തിൽ വരുമാനം വാങ്ങുന്ന ആൾക്കാർ 4 രീതിക്കുണ്ട്, 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയുടെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട് ആക്റ്റീവ് ഇൻകം എന്നാണ്. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും, ആക്റ്റീവ് ആയാലേ വരുമാനം കിട്ടുള്ളൂ. ഇപ്പം എംപ്ലോയി, അതിൽ തന്നെ സെൽഫ് എംപ്ലോയി. ഇപ്പം എംപ്ലോയി നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലോ ഒരു വ്യക്തിയുടെ കീഴിലോ നമ്മൾ സമയം എഫേർട്ടും കൊടുക്കുന്നു, നമുക്ക് വരുമാനം കിട്ടുന്നു. ഇപ്പം നമുക്കറിയാം, നാളെ സാറ്റർഡേ ആണ്, ശനിയാഴ്ചയാണ്. നാളെ ജോലിക്ക് പോയാൽ നമുക്ക് സാലറി കിട്ടും, ജോലിക്ക് പോയില്ലെങ്കിൽ സാലറി കിട്ടില്ല.
ഒരാഴ്ച പോയില്ലെങ്കിൽ ഒരാഴ്ചത്തെ സാലറി കിട്ടില്ല, ഒരു മാസം പോയില്ലെങ്കിൽ ചിലപ്പോൾ ജോലി പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ സമയം എഫേർട്ടും കൊടുത്താൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ആബ്സെൻസിൽ വരുമാനമില്ല. അടുത്താണ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഇപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരുമാനമാണോ? ഇപ്പം എനിക്കൊരു പാട്ട് പാടാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ പാട്ട് പാടി ആ ടാലൻറ്റ് ആ കഴിവ് ഡെവലപ്പ് ചെയ്ത് ഞാൻ വരുമാനം വാങ്ങും. അല്ലെങ്കിൽ ഞാനൊരു ഒരു ഒരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ ട്രീറ്റ് ചെയ്ത് ചികിത്സിച്ച് വരുമാനം വാങ്ങും. അല്ലെങ്കിൽ ഒരു മെക്കാനിക് ആണെങ്കിൽ ഞാൻ വണ്ടി സർവീസ് ചെയ്ത് വരുമാനം വാങ്ങും. പക്ഷെ അവിടെയും എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ സ്കില്ലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഞാൻ ചെയ്താലേ വരുമാനമുള്ളൂ. ഞാൻ പാട്ട് പാടിയാലേ എനിക്ക് വരുമാനമുള്ളൂ. ഡോക്ടറായി വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്താലേ നമുക്ക് വരുമാനമുള്ളൂ. ശരിയല്ല? അപ്പോൾ എവിടെയും നമ്മുടെ ആബ്സെൻസിൽ വരുമാനമില്ല. നമുക്കറിയാം ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ അല്ലേ. അദ്ദേഹം നല്ലൊരു ഹാസ്യ നടനാണ്. അദ്ദേഹം ആക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആക്സിഡന്റ് പറ്റി ഇപ്പോൾ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ എന്തില്ല? വരുമാനമില്ല. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പറഞ്ഞ ഡോക്ടർ, എഞ്ചിനീയർ, അഡ്വക്കേറ്റ് എല്ലാം തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലോക പോപ്പുലേഷനിൽ 95% ആളുകളും ഇങ്ങനൊരു ആക്റ്റീവ് ഇൻകം ഹോൾഡേഴ്സ് ആണ്. ലോക പോപ്പുലേഷനിൽ 95% ആൾക്കാർ. ഒരു 5% അവരെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, അതായത് സമയം, പണം, ആരോഗ്യം, സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഇന്ന് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും ഈ 5%. അവരെ പറയുന്ന പേരാണ് പാസീവ് ഇൻകം. അതിൽ തന്നെയാണ് ബിസിനസ് ഓണർ ആൻഡ് ഇൻവെസ്റ്റർ എന്ന് പറയും. ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ നമുക്കൊരു ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പോ അല്ലെങ്കിൽ ചെറിയൊരു മൊബൈൽ ഷോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളും പറയും, ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണെന്ന് പറയും. പക്ഷെ അതൊരിക്കലും റിയൽ ബിസിനസ് അല്ല. ഇപ്പം നമുക്കൊരു മൊബൈൽ ഷോപ്പ്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും രാവിലെ പോയി ആ ഷട്ടർ തുറന്നാലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അത് സെൽഫ് എംപ്ലോയ്മെന്റ് ബിസിനസ് ആണ്. അവിടെയും ആബ്സെൻസിൽ വരുമാനമില്ല. റിയൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് റിയൽ ബിസിനസ്. ചുരുക്കി പറഞ്ഞപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇപ്പോൾ എക്സാമ്പിൾ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ്, റിലയൻസിൻ്റെ പെട്രോൾ പമ്പൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ടൗണിലുണ്ട്. നമ്മൾ വണ്ടിക്കൊക്കെ നമ്മൾ പലപ്പോഴും പെട്രോൾ അടിച്ചിട്ടുണ്ട്, കാരണം ബൈക്കിനൊക്കെ നമ്മൾ പെട്രോൾ അടിക്കാറുണ്ട്. പക്ഷെ എന്നെങ്കിലും എൻ്റെ എം ഡിനെ നമ്മൾ ആ പെട്രോൾ പമ്പിൽ നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അംബാനി, മുകേഷ് അംബാനി ആരെയും കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അംബാനിക്ക് ഏകദേശം 9ാം ക്ലാസ് 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. പക്ഷെ അദ്ദേഹം ചെയ്ത എന്താണ്? അദ്ദേഹത്തിനേക്കാളും കഴിവുള്ള ആൾക്കാരുടെ സമയം, എഫേർട്ടും വിലയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ് ആ റിലയൻസ് ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ജിയോ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയാം. അവർ മാറിയിരിക്കുമ്പോഴും അവർക്ക് വരുമാനം കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിൽ കയറി ഇരിക്കുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിയൽ ബിസിനസ്. അടുത്താണ് ഇൻവെസ്റ്റേഴ്സ്. ഇത് പൈസ ഇട്ടിട്ട് പൈസ എടുക്കേണ്ട രീതിയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ബാങ്കിലിട്ടാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ടൗണിലോ, ഇപ്പോൾ തൃശ്ശൂർ ടൗണിലോ എറണാകുളം ടൗണിലോ നമുക്ക് സ്വന്തമായിട്ടൊരു 10 കടമുറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെന്റ് മതി നമുക്ക് ജീവിതകാലം മൊത്തം നമുക്ക് കഴിയാനായിട്ട്. ശരിയല്ല? അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം നമുക്കറിയാം യൂസഫലി, അദ്ദേഹം ലുലു മാള് ഒരു കോടികൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ ഇപ്പോൾ കോടികൾ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ല? പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ അവർക്ക് മാത്രമല്ല, അവരെ തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈമാറ്റം ചെയ്യാൻ പറ്റും. അതായത് ഈ പാസീവ് ഇൻകം ഹോൾഡേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം, ലോക പോപ്പുലേഷനിൽ വെറും 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു പാസീവ് ഇൻകം ഓൺ ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ നമുക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് ഉണ്ടാവേണ്ടത്. സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 95% സമ്പത്ത് ഇരിക്കുന്നത് ഈ 5%കാരായ പാസീവത്തിൻ്റെ കയ്യില്ല. വെറും 5% സമ്പത്ത് മാത്രമേ ഉള്ളൂ 95% ആക്റ്റീവ് ഇൻകത്തിൻ്റെ കയ്യിൽ. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്ന് തിരിച്ചു വരാം. വർഷങ്ങളായിട്ട് പല ജോലി ചെയ്തിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവാത്തതിൻ്റെ കാരണം ഫ്രണ്ട്സ്, നമ്മളൊരു ആക്റ്റീവ് ഇൻകം ഹോൾഡറാണ്. നമ്മൾ ഓടിയാലേ വരുമാനമുള്ളൂ, ഓടാൻ പറ്റാതിരുന്ന വരുമാനമില്ല. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു പാസീവ് ഇൻകം കൂടിയേ തീരൂ. ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് നമുക്ക് നല്ല പണിക്കാരനാവാൻ പറ്റും. പണക്കാരനാവണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകം ഏൺ ചെയ്യണം. പക്ഷേ ഇപ്പം നിങ്ങളൊരു ആക്റ്റീവ് ഇൻകത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആ ആക്റ്റീവ് ഇൻകത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു പാസീവ് ഇൻകം ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു CEO പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് നോക്കാം. ഒന്നൊരു എക്സ്ട്രാ ഇൻകം. നിങ്ങൾ ജോലിക്കൊപ്പം ഒരു അഡീഷണൽ വരുമാനം വേണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമുക്കറിയാം, പ്രധാനമായിട്ട് കോവിഡിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്നതാണ് ഒരു അഡീഷണൽ വരുമാനം. കാരണം കോവിഡ് നമ്മളെ പഠിപ്പിച്ച പാഠം തന്നെ എന്താണ്? ഒരു ജോലിയിലെ സെക്യൂരിറ്റി ഇല്ലായ്മ കോവിഡ് നമ്മളെ പഠിപ്പിച്ചു അല്ലെ. ആൾക്കാരുടെ ജോലി പോയി, വരുമാനം കുറഞ്ഞു, പല ബിസിനസ്സും താഴെ പോയി. അപ്പം ഇന്നത്തെ കാലത്ത് എത്ര നല്ല ജോലിയുള്ള ഒരാളാണെങ്കിലും എത്ര നല്ല സാലറി ഉള്ള ഒരാളാണെങ്കിലും ചിന്തിക്കുന്ന കാര്യമാണ് ഒരു സൈഡ് വരുമാനം. ആ ഒരു എക്സ്ട്രാ ഇൻകം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഇനി അതല്ല, നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം, പണം ഒരു തടസ്സമല്ലാത്ത അവസ്ഥ അല്ല. പണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പണ്ടൊക്കെ പറയാറുണ്ട് ബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ന്
ഈ പണം ഉണ്ടെങ്കിൽ ബന്ധങ്ങളൊക്കെ ഉള്ളൂ അല്ലെ, നമുക്കറിയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. നല്ല ഡ്രസ്സ് കാണാറുണ്ട്, അല്ലെങ്കിൽ നല്ല കാറ് വീടൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ എന്താ നോക്കണേ, അതിന്റെ ടാഗ് വില നോക്കിയിട്ടേ വാങ്ങാറുള്ളൂ. പക്ഷെ അത് ഇഷ്ടപ്പെട്ടോ പാക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മളൊരു ഷോപ്പിൽ കയറി പറയാറില്ല. അതിന്റെ വില നോക്കിയിട്ടാണോ വേണോ വേണ്ടയോ നമ്മൾ തീരുമാനിക്കാറ്. ആ വില നോക്കാതെ ഇഷ്ടപ്പെട്ട സാധനം ഇഷ്ടപ്പെട്ട സമയത്ത് വില നോക്കാതെ വാങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ആ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി കണക്ട് ചെയ്യാൻ പറ്റും. അത് ടൈം ഫ്രീഡം, സമയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമയം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാന്ന് പൊതുവെ പറയുന്ന കാര്യം സമയം തന്നെയാണ്. ഫ്രണ്ട്സ്, മനസ്സിലാക്കുക, ഇപ്പോഴും നമ്മൾ സമയമില്ല എന്ന് പറയണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്തെങ്കിലും സമയം കണ്ടെത്താൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ ഒരു ഡോക്ടറെ നമുക്ക് എടുക്കാം. അദ്ദേഹം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ വരില്ല. കാരണം ആ ഡോക്ടറിനെ സംബന്ധിച്ച് പണമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ സമയമില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന ഒരാളത് പറയും, ചോദിച്ചു നോക്കിയാൽ പറയാൻ മനസ്സിലാവും, ബിസിനസ് എങ്ങനെയുണ്ട്, ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് പോകണം, പക്ഷെ നിന്നിരിക്കാൻ സമയമില്ല. അവര് വിട്ടേക്ക്, നമ്മുടെ കാര്യം എടുക്കാം, നാളെ വർക്കിംഗ് ഡേ ആണ്, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യണേ, ഒന്നല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരെ പോയിട്ട് വരാൻ നോക്കും. കാരണം എന്താ, നമ്മൾ സമയം എഫേർട്ട് കൊടുത്താലേ വരുമാനം കിട്ടുള്ളൂ. കാരണം നമ്മൾ അല്ല സമയം കൺട്രോൾ ചെയ്യണം. നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ സമയം കൺട്രോൾ ചെയ്യണം നമ്മളല്ല, വേറൊരു കൺട്രോളിലാണ് നമ്മൾ വർക്ക് ചെയ്യണം അല്ലെ. തോന്നിയ സമയത്ത് കയറി ചെല്ലാൻ പറ്റില്ല, ഒരു ടൈം ഫ്രീഡം നമുക്കില്ല. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രത്യേകത എന്താണ്, നമുക്ക് തീരുമാനിക്കാൻ, നമുക്ക് പ്രവർത്തിക്കേണ്ട സമയം. അതുകൊണ്ട് തന്നെ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിനെ ബാധിക്കാതെ സമയം മാറ്റിവെച്ച് നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടൈം ഫ്രീഡം നമുക്ക് ഇവിടെ ഉണ്ട്. അതിന് ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം. പൈസ വേണ്ടാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവുമായിരിക്കും, പക്ഷെ ആരോഗ്യം വേണ്ടാന്ന് ആരും പറയില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവാക്കുന്ന ഒരു മേഖല ആരോഗ്യമാണ് ഇന്നത്തെ കാലത്ത് അല്ലെ. ഏതൊരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒന്ന് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ രണ്ട് ആരോഗ്യ പ്രശ്നമായിരിക്കും. കൂടുതലും ഈ ആരോഗ്യ പ്രശ്നം വരുമ്പോഴാണ് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവണേ. അപ്പൊ അതിന് രണ്ടിനും സൊല്യൂഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. അതൊരു ലീവ് ലെഗസി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ തലമുറയ്ക്കും കൈമാറ്റം ചെയ്യാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഇപ്പം ഈ പാരന്റ്സിന് ഇപ്പൊ എത്ര നല്ല ജോലിയുണ്ട്, എത്ര ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് നമ്മുടെ ഒരു ആബ്സെൻസിൽ ഒരിക്കലും ആ വരുമാനം അല്ലെങ്കിൽ ആ ജോലി നമ്മുടെ തലമുറയ്ക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് നല്ല ജോലിയുണ്ട്, വരുമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയ പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ബിസിനസ് തന്നെ തലമുറയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ പാഷൻ അതാണെന്ന് ഒരു ഉറപ്പുമില്ല. ശരിയല്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ സമയം എഫേർട്ടും നമ്മുടെ തലമുറയ്ക്കും കൂടെ കൈമാറ്റം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലൈബിലിറ്റീസ് ആണ് നമുക്ക് കൊടുക്കാറെങ്കിൽ ഒരു അസറ്റ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അതൊരു ഏർലി റിട്ടയർമെന്റ്, ഇത് ജീവിതകാലം മൊത്തം ചെയ്യേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ ആ ജോലിയോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക, എന്നാണ് എനിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുക? എല്ലാ ജോലിയും നല്ല തന്നെയാണ്, എല്ലാ ജോലിക്കും എൻ്റെ വാല്യൂ ഉണ്ട്. പക്ഷെ ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ന് വയ്യാണ്ടാവണോ, എന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവണോ, അന്ന് വരെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും അല്ലെ. അന്ന് വരെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല, കിട്ടുന്ന വരുമാനം ഒരിക്കലും പിന്നെ നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് ജോലി അല്ലെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ജോലിയാണ് ഗവൺമെന്റ് ജോലി. ഒരു 55 അല്ലെങ്കിൽ 56 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ആവും. പിന്നെ അവർ വിചാരിക്കും റിട്ടയർമെന്റ് ലൈഫൊക്കെ ആസ്വദിക്കാന്ന് വരും. പക്ഷെ ഒരു 20-30 വയസ്സുള്ള ഒരാളുടെ എക്സൈറ്റ്മെന്റ് എനർജിയും ഒരിക്കലും ഒരു 55-56 വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടാവില്ല. ശരിയല്ലേ? കാരണം ആരോഗ്യ പ്രശ്നം ഉണ്ടാവാം ആ പ്രായത്തിന്റെ. വരുമാനം കിട്ടിക്കൊണ്ടിരിക്കില്ല, നാലിലൊന്ന് മാത്രമാണ് പെൻഷൻ കിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോകുമ്പോൾ പെൻഷൻ കിട്ടുമെന്ന് കണ്ടറിയണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഏറ്റവും നല്ല ജോലി ഗവൺമെന്റ് ജോലിയായിട്ടും അത് റിട്ടയർ ചെയ്തിട്ടും പിന്നെയും ആളുകൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ചുറ്റും നടന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ, പല ഒരു ജോലിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു 50,000 രൂപയ്ക്ക് ജീവിച്ച ഒരാൾക്ക് 20,000 രൂപയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ലൈഫ് സ്റ്റൈൽ മുകളിലേക്കും ഉണ്ടാകും, ഒരിക്കലും താഴേക്കും ഉണ്ടാകാൻ പറ്റില്ല. ചിലപ്പോൾ മക്കളെ കെട്ടിച്ചു വിട്ടേണ്ട ബാധ്യത ഇറന്നുണ്ടാവില്ല, ചിലപ്പോൾ വലിയൊരു വീട് പണിതുണ്ടാവും, അതിന്റെ ബാധ്യത ഇറന്നുണ്ടാവില്ല. പക്ഷെ ഏറ്റവും നല്ല ജോലി എന്ന് നമ്മൾ പറയുന്നത് ഗവൺമെന്റ് ജോലിയാണ്. പക്ഷെ ലൈഫിൽ ഒന്നും പ്രോപ്പറായിട്ട് നേടിയെടുത്തുണ്ടാവില്ല. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി പ്രത്യേകത, നിങ്ങളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി ഒരു 4-5 വർഷം നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ, പൈസയല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. റിട്ടയർ ചെയ്താലും നമ്മുടെ വരുമാനം ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഒരു വർഷത്തിൽ നമുക്ക് 3 വിദേശയാത്രകളുടെ അവസരമുണ്ട്. ഇപ്പൊ യാത്രകൾ, ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ എല്ലാവർക്കും യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, യാത്ര ഇഷ്ടമാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വിദേശത്തേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിൾ അല്ല. പോസിബിൾ ആണ്, സാധാരണക്കാർ വിദേശത്തേക്ക് കൊണ്ട് 2 കാര്യത്തിനാണ് പൊതുവെ നമ്മൾ കണ്ടേക്കണേ. ഒന്ന് ജോലിക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ ദുബായ്, സൗദി, ബഹ്റിൻ, ഒമാൻ, കുവൈറ്റിലൊക്കെ ജോലി സംബന്ധമായിട്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ പോയി നമുക്ക് അറിയാം. 2 ഇപ്പൊ പഠിക്കാൻ വേണ്ടി, ഇപ്പൊ കാനഡ, ജർമ്മനി അല്ലെ, ലണ്ടൻ, അതിലൊക്കെ ഓസ്ട്രേലിയ ഒക്കെ പോകാറുണ്ട്. പക്ഷെ ഇവരൊന്നും എൻജോയ് വേണ്ടി പോണേ അല്ല അല്ലെ, പഠിക്കാൻ വേണ്ടി പോണെയാണ്, അല്ലെങ്കിൽ ലോണൊക്കെ എടുത്തിട്ട് പോണെയാണ്.
ജോലി എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് അവിടെ ഗൾഫിൽ ജോലിക്ക് പോകണമെയാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും, പല സാഹചര്യം ഉണ്ടാവും. പക്ഷെ അവർക്കൊരു എൻജോയ്മെന്റ് അവിടെ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു വർഷത്തിൽ നമുക്ക് 3 വിദേശയാത്ര നമുക്ക് പോകാൻ പറ്റും. ഓരോ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണ്ട, നമുക്ക് പാസ്പോർട്ട് മാത്രം മതി. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഊണ് കൊടുത്തില്ലെങ്കിലും ഊട്ടുവരെ കാണിച്ചു കൊടുക്കാന്ന് പറയില്ലേ. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. ഫ്രണ്ട്സ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു നോക്കുമ്പോഴും ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവണമെന്നില്ല, ഒരു സ്വന്തമായിട്ട് ചെറുതാണെങ്കിലും വീട് വെക്കാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിദേശയാത്ര പോകാന്നുള്ളതായിരിക്കാം, ഒരു അഡീഷണൽ വരുമാനമായിരിക്കാം, സെക്യൂരിറ്റി ആയിരിക്കാം. ഇപ്പൊ സാധാരണ നമുക്കൊരു ജോലി ചെയ്യുന്നുണ്ട്, ഒരു സാലറി ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു ജോലി ഉണ്ട്, എനിക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ എനിക്ക് കാറ് വാങ്ങാനും വീട് വെക്കാനും യാത്ര ചെയ്യാനൊക്കെ ആ സാലറിയിൽ നിന്ന് തന്നെ പൈസ മാറ്റി വെക്കേണ്ടി വരും. പ്രത്യേകിച്ച് വേറെ ആരും പൈസ തരില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനിപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ഏറ്റവും വലിയ പ്രത്യേകത ഒരു കുടക്കീഴിൽ എല്ലാം കിട്ടും എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് നേടിത്തരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ്. വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെസ്റ്റീജ് പച്ച മലയാളത്തിൽ കാൽപ്പാടുകൾ എന്നാണ് അർത്ഥം. വെസ്റ്റീജ് കമ്പനി 2004 ജൂൺ 2 ഡൽഹി ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് നമുക്ക് 9 രാജ്യങ്ങളുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ ഏകദേശം 5000 കൂടുതൽ ബ്രാഞ്ച് ഓഫീസുകൾ നമുക്ക് വെസ്റ്റീജിന് നമുക്ക് നിലവിലുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗ് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഏകദേശം ഒരു 19 സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഈ ഡയറക്ട് സെല്ലിംഗ് ഒരു തൊഴിലായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ MBAക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ്. ആ മേഖലയിൽ, ആ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ലോകത്തിലെ 100 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൽ 38ാമത്തെ സ്ഥാനത്തുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്കൊരു പ്രൗഡായിട്ട് പറയാം, ആ ഗ്ലോബൽ റാങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനിയേ ഉള്ളൂ, അത് നമ്മുടെ വെസ്റ്റീജ് ആണ്. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ മാനേജ്മെന്റ്. സെൻട്രലിൽ നിൽക്കുന്ന മിസ്റ്റർ ഗൗതം ബാലി ഏകദേശം ഒരു 40 വർഷത്തെ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരാൾ IT ഫീൽഡിലും ഒരാൾ മാർക്കറ്റിംഗ് ഫീൽഡിലും. ഇവർ 3 പേര് ചേർന്നിട്ടാണ് ഈ ഒരു ബിസിനസ്സിനെ റൺ ചെയ്യുന്നത്. ഏകദേശം ഒരു 2729 കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിലെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവാർഡ്സും റെക്കഗ്നേഷൻ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യസ് ബെസ്റ്റ് ഓഫ് കമ്പനി ഓഫ് ദി ഇയർ 2017 നമ്മൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് നമുക്ക് 2017 18 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 38th റാങ്കിലാണ്. പിന്നെ ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി എന്നുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് 2021 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു റീസെന്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇതൊരു ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ആ ഒരു അവാർഡും കൂടെ നമ്മുടെ വെസ്റ്റീജ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്, സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഏകദേശം ഒരു 16 കാറ്റഗറിയിലായിട്ട് നമുക്ക് 450ഓളം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാ പ്രൊഡക്റ്റിനും ഡെപ്തിലേക്ക് പോകുന്നില്ല, ആ കാറ്റഗറി തിരിച്ചെടുത്ത് പറയാം. ഫസ്റ്റ് കാറ്റഗറിയാണ് ഹെൽത്ത് കെയർ. നമ്മുടെ വെസ്റ്റീജ് കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാറ്റഗറി റേഞ്ച് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ്. ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഏതെങ്കിലും അസുഖങ്ങൾ, ഹോസ്പിറ്റൽ, മെഡിസിൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇപ്പോൾ ഉള്ള റെവല്യൂഷൻ പറയുന്ന പേര് ഇൽനെസ് എന്നാണ്. ഇപ്പം നമ്മൾ അസുഖം വന്നിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഇനി വരാൻ പോണ റെവല്യൂഷൻ വെൽനെസ് ആണ്. അതായത് അസുഖം വന്നേക്കാൻ മുമ്പ് പ്രിവെന്റ് ചെയ്യാന്ന് പറയും. നമ്മൾ പറയാറുണ്ട് അസുഖം വന്നേക്കാൻ നല്ല വരാതിരിക്കാൻ നോക്കുക എന്ന് പറയാറുണ്ട്. പക്ഷെ അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇതൊന്നും ഈ ബോട്ടിലൊക്കെ കണ്ടിട്ട്, ഡെപ്പിയൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇത് മരുന്നല്ല, ഇത് ഫുഡ് സപ്ലിമെന്റ് ആണ്. നല്ല ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും എക്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഫുഡിന് പകരം നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ഈ സപ്ലിമെന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് കാറ്റഗറി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പണ്ടൊക്കെ ഏറ്റവും കൂടുതലുള്ളത് പകർച്ചവ്യാധി രോഗങ്ങളായിരുന്നു അല്ലേ. അത് അതിന്റെ പ്രത്യേകത വന്നു കഴിഞ്ഞാൽ മാറുമായിരുന്നു. അതൊക്കെ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട്, മരുന്നുകൊണ്ടൊക്കെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളത് രോഗങ്ങൾ എന്നല്ല നമ്മൾ പറയാറ്, ഇപ്പോൾ ഉള്ള അസുഖങ്ങളാണ്. അതിന്റെ പ്രത്യേകത വന്നാൽ മാറില്ല. ജീവിതശൈലി രോഗങ്ങൾ എപ്പോഴും പറയാറുണ്ട്. നമുക്കറിയാം ഷുഗർ, അല്ലെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ തൈറോയിഡ്, ജോയിന്റ് പെയിൻസ്, ക്യാൻസർ, ഇതൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് പ്രായഭേദം തന്നെയാണ്. ഇന്ന പ്രായത്തിലുള്ള ആൾക്ക് വരുന്നല്ല, ഒരു 40 വയസ്സെന്നല്ല. ജനിക്കുന്ന കൊച്ചിനൊരു ഷുഗർ ഉണ്ട്, ജനിക്കുന്ന കൊച്ചിനൊരു ക്യാൻസർ ഉണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഫുഡ് ഹാബിറ്റ്, രീതികൾ, ലൈഫ് സ്റ്റൈലും കൊണ്ടാണ് ഇതെല്ലാം വന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ജീവിതശൈലി രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ മാറ്റാനുള്ള മരുന്നില്ല, അല്ലെ, സൊല്യൂഷൻ ഇല്ല. കൺട്രോൾ ചെയ്യാൻ പറ്റും, സൊല്യൂഷൻ ഇല്ല.
അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളൊരു ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു മെഡിസിൻ കഴിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ സപ്ലിമെൻറ്റും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മെഡിസിൻ ഒഴിവാക്കി പഴയ ആരോഗ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. നിങ്ങൾ മെഡിസിൻ ഒന്നും കഴിക്കാത്ത ആളാണെങ്കിൽ ആ മെഡിസിൻ കഴിക്കാതിരിക്കാൻ, അതിൻ്റെ അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾക്ക് ഈ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം. നമ്മൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ 3, 4, 5 നേരമൊക്കെ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കഴിക്കേണ്ട പ്രൊഡക്റ്റാണ് സപ്ലിമെൻറ്റ്. ഇപ്പം നമ്മൾ വയറ് നിറയണു, ഇപ്പം നമ്മൾ തന്നെ ഒന്ന് നോക്കണം, വിശക്കുമ്പോൾ കിട്ടേണ്ടത് കഴിക്കുന്നതല്ല പ്രോട്ടീൻ്റെ വൈറ്റമിൻ്റെ നമ്മൾ നോക്കാറില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണേ നല്ല സ്വാദ് ഉണ്ടാവണം, വയറ് നിറയണം. അതുകൊണ്ട് നമുക്കറിയാം പണ്ടുള്ള ആൾക്കാർ പട്ടിണിയുടെ തണ്ട മരിക്കണമെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. കഴിച്ചുള്ള ഗുണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിലേക്കുള്ള പോക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ജോയിൻറ്റ് പെയിൻസുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ഉണ്ട്, മുട്ടുവേദന, തേയ്മാനം, അതുകൊണ്ട് ബന്ധപ്പെട്ട ബെസ്റ്റ് റിസൾട്ട് 90 ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. ഗ്ലൂക്കോസമിൻ, കാൽഷ്യം, കൊളാജിൻ, ആ ഒരു റേഞ്ച് കാറ്റഗറി കോമ്പിനേഷൻ പ്രൊഡക്റ്റ് നമുക്കുണ്ട്. ഗ്ലൈസമിക്, ഷുഗറൊക്കെ വന്നവർക്ക്, ഷുഗറിൻ്റെ ഗുളിയല്ല, ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ, ആര്യവേപ്പിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്, ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ആ ഒരു റേഞ്ച് കോമ്പിനേഷൻ പ്രൊഡക്റ്റ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷിയുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഇന്ന് വെയിലാണെങ്കിൽ നാളെ മഞ്ഞാണെങ്കിൽ പിറ്റേ ദിവസം മഴയാണ്, നമുക്കറിയാൻ പറ്റില്ല ഇപ്പം എന്താ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജീവിതശൈലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണിറ്റി, കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പേര് നമ്മൾ കേട്ടെ. കോവിഡ് വന്നിട്ടല്ല സത്യത്തിൽ ആളുകൾ മരണപ്പെട്ടെ, കോവിഡ് വന്നിട്ട് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തവരാണ് മരണപ്പെട്ടത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞാണ് വൈറ്റമിൻ സി കഴിക്കണം, സിങ്ക് കഴിക്കണം. വൈറ്റമിൻ സി പുളിയുള്ള എല്ലാത്തിലും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം നെല്ലിക്കയിലാണ്. നാടൻ നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട്, അംല ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അലോവേര, കറ്റാർവാഴ എസൻസ് ആണ്. സ്പൈർലിന, കടൽ പായൽ എസൻസ് ആണ്. നമുക്ക് ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബെസ്റ്റ് ഇപ്പം നാസപ്പോണ ഗവേഷകരൊക്കെ ഫുഡിന് പകരം കൊണ്ടുപോകണതാണ് സ്പൈർലിന. ഇപ്പം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നല്ലൊരു എനർജി ഉണ്ടാവും, അത് ഉച്ചയാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഉണ്ടാവില്ല. ആ എനർജി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് കാറ്റഗറി പ്രൊഡക്റ്റ് ആണ് ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ്. വെസ്റ്റിം പ്രൈം എക്സ്ട്രാ കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ശരീരത്തിലെ വിഷാംശത്തെ ക്ലീൻ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ട്. ബെസ്റ്റ് പ്രൊഡക്റ്റ് കുറുക്കുമിൻ, നാടൻ മഞ്ഞളിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. പിന്നെ ഫുഡ് പാച്ച്, നമ്മുടെ കാലിൻ്റെ അടിയിൽ ഒട്ടിച്ചെടുക്കുന്ന പ്രൊഡക്റ്റാണ്. നമ്മുടെ കംപ്ലീറ്റ് ടോക്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമുക്കറിയാം നമ്മൾ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ നമ്മൾ കുളി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പുറത്തുള്ള അഴുക്കുകൾ നമ്മൾ കഴുകി കളയാറുണ്ട്, പക്ഷെ അകത്തുള്ള അഴുക്കുകളും കൂടെ കളയണം. അകത്തുള്ള അഴുക്കുകൾ കൂടുമ്പോഴാണ് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നത്. അപ്പം അതിനെ ടോക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, പ്രോട്ടീൻ പൗഡർ, ഇത് ജിമ്മിൽ പോണൊരു വലിയ മസിലിന് വേണ്ടി കഴിക്കുന്ന പ്രോട്ടീൻ പൗഡർ അല്ല, സോയാബീൻ മിൽക്കിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. നമ്മൾ എത്ര കിലോ ഉണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ ഡെയിലി വേണം എന്ന് പറയണം. ഇപ്പം നമ്മളൊരു 60 കിലോ നമ്മൾ ഉണ്ടെങ്കിൽ 60 ഗ്രാം പ്രോട്ടീനെങ്കിലും നമ്മൾ ഡെയിലി വേണം. പക്ഷെ നമുക്കറിയാം ഇപ്പോഴുള്ള ഫുഡിൽ കൂടെ നമുക്ക് കിട്ടാറില്ല. അപ്പം അതിനെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു സോയാബീൻ മിൽക്കിന്റെ എക്സ്ട്രാക്റ്റ് ആണ്, ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വെസ്ലിൻ, ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് അമിതവണ്ണം. അതിന് ബെസ്റ്റ് സൊല്യൂഷനുള്ള പ്രൊഡക്റ്റാണ് വെസ്ലിം. നാടൻ കുടംപുളിയുടെ എക്സ്ട്രാക്റ്റ് ആണ്, നമ്മുടെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ കൊഴുപ്പിനിലേക്ക് ലയിപ്പിച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ആണ്. അത് കൊഴുപ്പിന് ലയിപ്പിച്ചില്ലെങ്കിൽ അത് എനർജിയാക്കി മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ട്. പല ആൾക്കാരുണ്ട് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് നൈറ്റ് കഴിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ വൈകുന്നേരം കഴിച്ചില്ല, വൈകുന്നേരം എന്തായാലും നല്ല കഴിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല ആ ഡയറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മുടെ ഫുഡിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഷേക്ക്. അത് പല ഫ്ലേവറിൽ, മാംഗോ, അതുപോലെ വാനില, പല ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. വുമൺ ഹെൽത്തിന് വേണ്ടി മാത്രം പ്രത്യേകം കാറ്റഗറി ഉണ്ട്. അല്ലെ ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അയൺ ഫോളിക് പച്ച ചീരയുടെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. അതുപോലെ ബന്ധപ്പെട്ട് ഒരുപാട് കോമ്പിനേഷൻ പ്രൊഡക്റ്റ് ഉണ്ട്. പ്രോ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണോ? നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ആവണതാണ് അല്ലെ ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്. ഇപ്പം നമുക്കൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലുകാരുടെ അടുത്തൊരു ബ്ലോക്ക് പണിയും. ഒരു ടൗണിലെ ഏറ്റവും നല്ല ബിൽഡിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹോസ്പിറ്റലായിരിക്കും. പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹോസ്പിറ്റലായിരിക്കും. എൻ്റെ അറിവിൽ തുടങ്ങിയിട്ട് അടച്ചു പൂട്ടാത്ത ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലാണ്. അതിൻ്റെ ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഒന്ന് എന്താ പറയുക, ഹോസ്പിറ്റലിൽ തിക്കും തിരക്കുമാണ് നമുക്കറിയാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഫ്ലാക്സീഡ് ഓയിൽ, ചണവിത്തിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. നമ്മുടെ കൊളസ്ട്രോളെ ലയിപ്പിച്ച് ബ്ലഡിലെ പമ്പിങ് സ്മൂത്ത് ആക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡെയിലി നമ്മൾ ഈ കുഴഞ്ഞു കൂടുമ്പോൾ ഇരിക്കുന്നു അല്ലെ, പ്രായം നോക്കുമ്പോൾ ഒന്നുമില്ല, ചെറിയ പിള്ളേർ വരെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം തന്നെ. ഇതെല്ലാം നമ്മൾ കഴിക്കണം, കാരണം നമുക്ക് വേറെ ഒന്നുമല്ല, പ്രധാനപ്പെട്ട എല്ലാ സപ്ലിമെന്റും നമ്മൾ വാങ്ങിച്ചു കഴിക്കണം. കാരണം ഇന്നത്തെ കാലത്ത് കേട്ടറിവില്ലാത്ത അസുഖങ്ങളൊക്കെ വന്നിട്ടാണ് ഓരോരുത്തരും മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പം ഇത്ര സമയം എടുക്കും, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് പ്രൊഡക്റ്റ് ആണ്. ഈ ലോകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ബാർഗെയിൻ ചെയ്യാം. പക്ഷെ ബാർഗെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലാണ്. അങ്ങനെയുള്ള പോക്കുമ്പോൾ ഒഴിവാക്കാം. ഈ സപ്ലിമെന്റ് യൂസ് ചെയ്ത ആയുഷ് ആൻഡ് ആയുർവേദ കാറ്റഗറിയിലോട്ടുള്ള കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ട്. ഹെൽത്ത് ഫുഡ്, കാപ്പിപ്പൊടി, ചായപ്പൊടി, എണ്ണയുണ്ട്. പിള്ളേർക്ക് കൊടുക്കാവുന്ന പ്രോട്ടീൻ പൗഡർ ഉണ്ട്. വൈറ്റമിൻസിന്റെ കുറവ് നിർത്താൻ പറ്റിയ കാറ്റഗറി റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. 2-3 ടൈപ്പ് പേസ്റ്റ്, മൗത്ത് വാഷ്, ബ്രഷ്, ആ റേഞ്ച് ഓറൽ കെയർ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതുകൂടാതെ പേഴ്സണൽ കെയർ ആയിട്ടുള്ള നമുക്ക് ഏകദേശം ഒരു
ഏകദേശം ഒരു 4-5 ടൈപ്പ് സോപ്പ് ഉണ്ട്, പെർഫ്യൂം, ഹാൻഡ് വാഷ്, ബോഡി ലോഷൻ, ഷാംപൂ, ഹെയർ ഓയിൽ, ഹെയർ സ്പാ, ഹെയർ കണ്ടീഷണർ, ഫേസ് വാഷ്, പെർഫ്യൂം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. നാച്ചുറൽ പേഴ്സണൽ കെയർ ആയിട്ടുള്ള നമ്മുടെ ഫേസ് സ്ക്രബ് പപ്പായയുടെ സെൻസ് ആണ്, പീൽ ഓഫ് മാസ്ക്, അതുപോലെ തന്നെ നമ്മുടെ സൺസ്ക്രീൻ 30+, 40+, ഇപ്പോൾ നമുക്ക് 50+ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഫേസ് സ്ക്രബ്, സൺസ്ക്രീൻ ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം. അത് ഗ്ലാമർ ആവാൻ വേണ്ടി മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്കിൻ ക്യാൻസർ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ സ്കിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നാനോ എനർജൈസ്, മാക് ഡ്രൈവിൻ്റെ നാനോ എനർജൈസ് എന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ഓയിലാണ്, വണ്ടിയുടെ പൊല്യൂഷൻ കുറയ്ക്കാനും വണ്ടിയുടെ മൈലേജ് കൂടാനും എഞ്ചിൻ്റെ കവറേജിനൊക്കെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. പിന്നെ ഹൈ വേസ്റ്റ്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ക്ലീനിങ് ആയിട്ടുള്ള തറവെടുക്കുന്ന, തുണിയെടുക്കുന്ന പാത്രം കൊണ്ട് ഡിറ്റർജൻറ്റ് മുതൽ എല്ലാ കാറ്റഗറി റേഞ്ച് പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ തന്നെ കോസ്മെറ്റിക്സ് റേഞ്ച്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവാക്കുന്ന ഒരു മേഖല ആരോഗ്യമാണെങ്കിൽ 2 സംശയിക്കേണ്ട സൗന്ദര്യം തന്നെയാണ്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് പണം ചെലവാക്കുന്നത്. നമുക്കറിയാം പണ്ടൊക്കെ ഒരു കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സദ്യ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെയാണ് ഏറ്റവും പൈസ. ഇന്നൊരു കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത് ഈ മേക്കപ്പ് ആ ഒരു റേഞ്ചിനാണ്, നമുക്കറിയാൻ പറ്റും. നമുക്കറിയാം ബ്യൂട്ടി പാർലർ, അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിച്ചുപയോഗിക്കാൻ പറ്റും. നമ്മുടെ കോസ്മെറ്റിക്സ് റേഞ്ച്, ഒരുപാട് റേഞ്ച്, കാറ്റഗറി റേഞ്ച് പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ കൃഷി, അഗ്രികൾച്ചർ. അപ്പം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ വിഷാംശം നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന ഈ പച്ചക്കറിയിൽ നിന്നാണ്. അപ്പം നമ്മൾക്കറിയാം, അപ്പം നമ്മുടെ വീട്ടിലൊരു ഈ അഗ്രി പ്രൊഡക്റ്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ കൃഷിക്ക് മാത്രമല്ല, ചെറിയ കൃഷിക്കും വലിയ കൃഷിക്കും മണ്ണിനോ മനുഷ്യോ ഒന്നും ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 10 ഗ്രോ ബാഗ് വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം പയർ, വെണ്ട, വഴുതന ഒക്കെ നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. മാക്സിമം കടയിൽ നിന്ന് വാങ്ങാതെ നല്ല ക്വാളിറ്റി ഉള്ള, അത് വിൽക്കാനോ പറക്കാനോ ഒന്നുമല്ല, അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്കൊരു പച്ചക്കറി തോട്ടമൊക്കെ റെഡിയാക്കാൻ പറ്റിയ ഒരുപാട് റേഞ്ച് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാർപ്പ് കമ്പനി, നമ്മുടെ കമ്പനിയുടെ ടൈപ്പ് ഉണ്ട്, എയർ പ്യൂരിഫയർ, വാട്ടർ പ്യൂരിഫയർ, ഇലക്ട്രോണിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിലേക്കാണ് നമുക്ക് പ്രൊഡക്റ്റ് റേഞ്ച് ഉള്ളത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കുന്ന കാര്യം, ഇത്രയും വലിയ കമ്പനിയാന്ന് പറഞ്ഞിട്ടും ഇത്രയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ മുമ്പ് കേട്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണല്ലോ ഈ വെസ്റ്റി എന്ന് പറഞ്ഞ പേര് കേൾക്കണത്, ആദ്യമായിട്ടാണല്ലോ ഈ പ്രൊഡക്റ്റ് ഒക്കെ കാണുന്നത്. ന്യായമായിട്ടുള്ളൊരു ചിന്ത തന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ വെസ്റ്റി കമ്പനിയുടെ വിതരണ രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നടക്കുന്ന ബിസിനസ്സിനെ പറയുന്ന പേര് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നാണ്. അതായത് ഞാൻ ആ സ്ലൈഡിൽ കാണിച്ചേക്കും പോലെ, നമ്മളൊരു കൺസ്യൂമർ ആണെങ്കിൽ, ഇപ്പം നമ്മളൊരു 100 കൊടുത്തിട്ട് ഒരു ഉൽപ്പന്നം, ഒരു പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ആ പേസ്റ്റ് കമ്പനിക്ക് അത് ഉൽപ്പാദിപ്പിക്കാൻ ലാഭം അടക്കം 40 രൂപ മതി. പക്ഷെ നമ്മൾ അടുത്ത കടയിൽ നിന്ന് ആ പേസ്റ്റ് വില കൊടുത്ത് വാങ്ങണം 100 രൂപയ്ക്ക്. നമുക്കറിയാം, ഒരുപാട് ഇടനിലക്കാർ വഴി കൈമാറിയാണ് നമ്മുടെ കയ്യിലേക്ക് ഉൽപ്പന്നം തന്നെ. ഒരിക്കലും പേസ്റ്റ് തീർന്നു പോയി അതിൻ്റെ ഓഫീസിൽ പോയി നമ്മൾ വാങ്ങാറില്ല. തൊട്ടടുത്ത് എളുപ്പം ഏതാണോ ആ കടയിൽ പോയി നമ്മൾ വാങ്ങും. അതാണ് റീറ്റെയിൽ, ഹോൾസെയിൽ, സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, CNF ഏജന്റ്, ഇത്തരം നെറ്റ്വർക്ക് വഴി കൈമാറിയാണ് നമ്മുടെ കയ്യിലേക്ക് ഉൽപ്പന്നം, ആ ഒരു പേസ്റ്റ് വന്നെ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരിക്കലും കടയിൽ പോയിട്ടൊരു പേസ്റ്റ് ആയിട്ട്, ഒരു ബ്രഷ് അല്ലെങ്കിൽ ഒരു സോപ്പ് ആട്ടെ നമ്മൾ പറയാറില്ല. ഒന്നല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം പറയും, ഒന്നല്ലെങ്കിൽ കോൾഗേറ്റ് ആയിട്ട്, ലെക്സ് ആട്ടെ എന്ന് പറയും. ഇപ്പം നമ്മളൊരു മൊബൈൽ വാങ്ങാൻ വേണ്ടി ഒരു മൊബൈലായിട്ട് ചെന്നിട്ട് ഒരു മൊബൈലിങ് താട്ടെ എന്ന് പറഞ്ഞാൽ മൊബൈൽ തരില്ല. ഒന്നല്ലെങ്കിൽ ഓപ്പോ താട്ടെ അല്ലെങ്കിൽ വിവോ താട്ടെ എന്ന് പറഞ്ഞാൽ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഓപ്പോ വേണം, വിവോ വേണോ, ഐഫോൺ വേണോ, സാംസങ് വേണോ എന്ന് ചോദിക്കും. ആ ബ്രാൻഡ് നെയിം നമുക്ക് കിട്ടിയത് അഡ്വർടൈസ്മെന്റ് വഴിയിട്ടാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് ജനങ്ങളായ നമ്മൾ അറിയുന്നത് ഇടനിലക്കാരും പരസ്യങ്ങളും വഴിയിട്ടാണ്. ഓക്കെ, അപ്പോൾ 100 കൊടുത്ത് ഉൽപ്പന്നം വാങ്ങുമ്പോഴും 60% പൈസ അറിഞ്ഞോ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇപ്പം നിങ്ങൾ എക്സാമ്പിൾ വീട്ടിലേക്ക് 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇതുവരെ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ കൊണ്ടുപോയതും ഇടനിലക്കാരും പരസ്യങ്ങളുമാണ്. അപ്പോൾ ഒരു ചെറിയ വരുമാനമല്ല. ഇവിടെ നമ്മുടെ വെസ്റ്റി കമ്പനിയുടെ പ്രത്യേകത, നമ്മുടെ വെസ്റ്റി കമ്പനിക്ക് ഇവിടെ ഇടനിലക്കാരും ഇല്ല, പരസ്യങ്ങളും ഇല്ല. ഓക്കെ, കമ്പനി കസ്റ്റമറിലേക്ക് നേരിട്ടാണ് ഈ ഉൽപ്പന്നം എത്തിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുക്കുന്ന 60% പൈസ ഇവിടെ വെസ്റ്റി കമ്പനി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. കമ്പനി ടു കസ്റ്റമർ, ഇടനിലക്കാരുമില്ല, പരസ്യമില്ല. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഫെബ്രുവരി 19 സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരു തൊഴിലായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇപ്പം MBAക്ക് പഠിക്കാനുള്ള ഒരു പോസ്റ്റാണ് ഇടനിലക്കാരും പരസ്യങ്ങളും ഇല്ലാതെ നേർ വിപണന രീതി. ആ 60% പൈസ വെസ്റ്റി കമ്പനി നമ്മളിലേക്ക് തിരിച്ചു വരും. ഈ 60% പൈസ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വരുമാനമാണ്, ഹ്യൂജ് വരുമാനമാണ്. ഒരു റീറ്റെയിലും പോട്ടെ, ഹോൾസെയിലും പോട്ടെ, അതിൻ്റെ മുകളിലുള്ള എല്ലാവരും ലക്ഷർ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. ചിന്തിച്ചാൽ മതി, കടയിൽ നിന്ന് സോപ്പും പേസ്റ്റും വാങ്ങുമ്പോൾ ആർക്ക് വീട് വയ്ക്കണോ, ആർക്ക് കാറ് വാങ്ങണോ, ആർക്ക് വിദേശയാത്ര പോകണോ ചെയ്യുന്നുണ്ട്. ഒരു കമ്പനി ഒരു പരസ്യത്തിന് കൊടുക്കുന്ന കോടികളാണ്. നമുക്കറിയാം, നമ്മുടെ മമ്മൂക്കി, ലാലേട്ടനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ കൂടുതൽ പൈസ ഉണ്ടാക്കണേ പരസ്യത്തിൽ അഭിനയിച്ചിട്ടാണ്. ഇന്ന് സച്ചിനും വിരാട് കോഹ്ലിയൊക്കെ ക്രിക്കറ്റ് കളിച്ചുണ്ടാക്കണേക്കാൻ കൂടുതൽ കോടികൾ ഉണ്ടാക്കണേ പരസ്യത്തിൽ അഭിനയിച്ചിട്ടാണ്. ഇത് ആരുടെ പൈസയാണ്? കസ്റ്റമറായ നമ്മുടെ പൈസയാണ്. അപ്പോൾ ചെറിയ വരുമാനമല്ല. പക്ഷെ ഇവിടെ നമ്മുടെ വെസ്റ്റി കമ്പനി 60% പൈസ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും.
അല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ 60% പൈസ. ഞാൻ ആദ്യം പറഞ്ഞ ഇടനിലക്കാർക്കും പരസ്യത്തിന് കൊടുക്കുന്ന ആ ഹ്യൂജ് 60% പൈസ ഒരു വരുമാനമായിട്ടല്ല, ഏകദേശം ഒരു 9 ടൈപ്പ് വരുമാനങ്ങളായിട്ടാണ് വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് തന്നെ തിരിച്ചു തന്നെ. അതിൽ ഒന്നാമത്തെ വരുമാനമാണ് സേവിങ് ഓൺ കൺസെപ്ഷൻ എന്ന് പറയും. 10 മുതൽ ഇപ്പം 20 അല്ല, 10 മുതൽ 30% വരെ നമുക്ക് എന്തുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. ഒരു കസ്റ്റമറായിട്ട് നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പം നമുക്കറിയാം, വലിയ വലിയ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കാർഡ് കിട്ടും, ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ഒരു വോട്ടർ ഐ ഡിയോ ആധാറോ ലൈസൻസോ വാലിഡേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് തന്ന് നമുക്ക് വെസ്റ്റിയിൽ ഫ്രീ ഡിസ്കൗണ്ട് ID നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ഡിസ്കൗണ്ട് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡിസ്കൗണ്ട് കാർഡിന് പകരം നമുക്ക് വെസ്റ്റ് കമ്പനി നമുക്ക് തരുന്ന ഡിസ്കൗണ്ട് ID ആയിരിക്കും. ആ ID നമ്പർ വെച്ചിട്ട് ഇപ്പം നമ്മൾ ഏത് കടയിൽ നിന്നാണോ നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത്, ആ കട മാറി നമ്മുടെ വെസ്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ ഒന്നാമത്തെ തന്നെ ബെനിഫിറ്റാണ് എല്ലാ ഉൽപ്പന്നങ്ങളും MRPയിൽ നിന്ന് 10 മുതലും ഇപ്പം 30% വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് ലൈഫ് ടൈം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കട മാറി വാങ്ങിച്ചാലും കമ്പനി മാറി വാങ്ങിച്ചാലും MRP കൊടുത്ത സാധനങ്ങൾ വാങ്ങണം, ആരും നമുക്ക് ഡിസ്കൗണ്ട് തരാറില്ല. പക്ഷേ ഇവിടെ ഒന്നാമത്തെ തന്നെ ബെനിഫിറ്റാണ് 10 to 30% ലൈഫ് ടൈം നമുക്ക് ഈ പറഞ്ഞ പോലെ ഓഫർ നമുക്ക് ഉണ്ടാവും, ഡിസ്കൗണ്ട് ഉണ്ടാവും. അടുത്താണ് റീപർച്ചേസിങ് ഓഫർ അപ് ടു 10% പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരും. നമുക്കറിയാം ഈ സോപ്പും പേസ്റ്റൊക്കെ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. തീരുമ്പോൾ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പിന്നെയും വാങ്ങാറുണ്ട്. പക്ഷേ ഈ തീർന്നിട്ട് പോയി രണ്ടാമത് വാങ്ങാൻ പോകുമ്പോൾ ഏതെങ്കിലും കടക്കാരൻ നമുക്ക് ഫ്രീ ആയിട്ട് തരാറുണ്ടോ? ഒന്നും തരാറില്ല. പക്ഷെ ഇവിടെ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എമൗണ്ടിന്റെ 10% പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഉദാഹരണത്തിന് ഒരു 3000 രൂപ സാധനങ്ങൾ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ച ഒരു 300 പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അടുത്താണ് ക്യാഷ് ബാക്ക് ഓഫർ 5 മുതൽ 16% വരെ. നമ്മുടെ ബാങ്ക് പാസ്ബുക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ എന്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണ്ടോ, ഒരു ക്യാഷ് ബാക്ക് ഉണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ ഗ്യാസ് ഒക്കെ നിറയ്ക്കുമ്പോൾ സബ്സിഡി എന്ന് പറഞ്ഞാൽ വരാറുണ്ട്, ഇപ്പോൾ വരാറില്ല, പണ്ട് വരാറുണ്ട്. അതുപോലെ ഇവിടെ എന്ത് ഉൽപ്പന്നം വാങ്ങിച്ചാലും നമ്മുടെ ഒരു ക്യാഷ് ബാക്കും ഉണ്ടാവും. എന്നാലോചിച്ച് നോക്കിയാൽ കടയിലാണെങ്കിൽ 1 രൂപ നമുക്ക് എന്ത് ചെയ്യില്ല, തിരിച്ചു കിട്ടില്ല. അടുത്താണ് മണി ബാക്ക് ഗ്യാരണ്ടി. നമ്മൾ വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ തന്നെ ബില്ല് സഹിതം തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സ് കെട്ടി ഇത് കംപ്ലീറ്റ് പൈസയും വെസ്റ്റീജ് കമ്പനി നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. ഒരു കടയിലാണെങ്കിൽ പൊട്ടിച്ച് സാധനം തിരിച്ചെടുക്കില്ല, കളയാനേ പറ്റുള്ളൂ, നമുക്കറിയാം. അടുത്തൊരു ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. നമ്മുടെ വീട്ടിലെ ഒരു 50% ചിലവ് കുറയ്ക്കാവുന്നതും, ഞാൻ ഈ പറഞ്ഞ വെസ്റ്റീജുകളൊക്കെ 450 ഉൽപ്പന്നങ്ങൾ പകുതി വിലയ്ക്ക് 50% വിലക്കുറവിൽ വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റിയ ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. നമുക്കറിയാം, ഓരോ മാസം ഓരോ വീട്ടിലെ ഓരോ ചിലവാണ്. എന്തായാലും ചിലവ് കൂടുതലാതെ ചിലവ് കുറയണില്ല, ഓരോ ദിവസം ചെല്ലുന്തോറും ചിലവ് കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഷോപ്പുണ്ട്, ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ഓഫറോ പ്രത്യേകിച്ച് ഒരു ഓണോ വിഷുവോ ക്രിസ്മസോ ഒന്നും വരുമ്പോൾ ആരും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഒന്നും തരാറില്ല. പക്ഷെ ഇവിടെ പാക്കേജ് കിട്ടുമൊന്നുമില്ല, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു 3000 രൂപ സാധനങ്ങൾ 4 മാസം നമ്മൾ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ 5-ാമത്തെ മാസം നമുക്കൊരു MRP 3000 രൂപ സാധനങ്ങൾ ഇവിടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഈ 5-ാമത്തെ മാസം ഫ്രീ ആയിട്ട് തന്നെയെന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ കിറ്റോ പാക്കേജോ ഒന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള 3000 രൂപ സാധനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് വാങ്ങാം. ഇത് 4 മാസം. 40 കൊല്ലം കടയിൽ നിന്ന് വാങ്ങിച്ചാലും നമുക്കറിയാം ഒരു തീപ്പെട്ടിക്കുള്ളി വരെ നമുക്ക് ആരും തരില്ല. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, 3000 വെച്ച് 4 മാസം എന്ന് പറയുമ്പോൾ നമ്മൂന്ന് 12,000 രൂപയാണ് നമ്മുടെ ചിലവെങ്കിൽ വേറെ ഏതോ കടയിൽ കൊടുക്കണേ പൈസ നമ്മൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങണമെന്നുള്ള മാത്രമേ ഉള്ളൂ. 3000 വെച്ച് 4 മാസം 12,000 രൂപ ചിലവെങ്കിൽ 6,000 രൂപ തന്നെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ടും ക്യാഷ് ബാക്ക് ആയിട്ട് നമ്മളിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു വേണ്ട. അപ്പോൾ ഒരു സോപ്പിന് 40 രൂപയാണെങ്കിൽ ഓഫർ യൂസ് ചെയ്ത് 20 രൂപ വാല്യൂ തന്നെയുള്ളൂ. അതാണ് 50% ഡിസ്കൗണ്ട് എന്ന് പറയാൻ കാരണം. ഇവിടെ ഒന്നാമത്തെ തന്നെ ബെനിഫിറ്റ് ഫ്രണ്ട്സ് വേറെ ഒന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡിസ്കൗണ്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. നമ്മൾ തൃശ്ശൂർ ഓഫീസിൽ പോയി, എറണാകുളം ഓഫീസിൽ പോയി, കരുനാപ്പള്ളി ഓഫീസിൽ പോയി, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഓഫീസിൽ പോയി നമ്മൾ സോപ്പും പേസ്റ്റും വാങ്ങിച്ചാൽ സെയിം പ്രൊഡക്റ്റ് ആണ് നമുക്ക് 9 രാജ്യങ്ങളിൽ കിട്ടണേ. നമ്മൾ ഒന്നാമത്തെ തന്നെ ബെനിഫിറ്റ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇന്ത്യൻ വെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രൈസിൽ ഈ കൺസ്യൂമർ ബെനിഫിറ്റ് വഴി വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ഓഫറും ഡിസ്കൗണ്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും കമ്പനി തന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഒന്നാമത്തെ തന്നെ അഡ്വാൻറ്റേജ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാം, ആരോഗ്യം സംരക്ഷിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, കസ്റ്റമറായിട്ടൊക്കെ 2 കാര്യം അറിഞ്ഞാൽ നല്ല സാധനമാണോ ഡിസ്കൗണ്ട് ഉണ്ടോ. വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട, അവിടെ നമുക്ക് സ്പോൺസർ ആയിട്ട് ഒരാളുണ്ടാവും. നമുക്കറിയാം, ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ഒരാൾ പരിചയപ്പെടുത്താനുണ്ടാവും, അല്ലെ? സ്പോൺസർ ചെയ്യാൻ വേണം, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണം. ഇവിടെ നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു തരുന്ന ആളല്ല നമുക്ക് ഉൽപ്പന്നം തന്നെ, നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ പേരിൽ ബില്ല് അടിച്ച് തന്നെ നമ്മുടെ വെസ്റ്റീജ് കമ്പനിയാണ്. ഇതെങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യണം നമുക്ക് അറിയില്ല, അവിടെ നമ്മളെ സഹായിക്കാനൊരു ടീമുള്ളത്, ആ ഒരു വണ്ടർഫുൾ ഓർഗനൈസേഷൻ ആണ് വിൻ ടീം. ഈ 3 പേരെ സഹായത്താലാണ് നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്യണത്. ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ, ഇത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ, അല്ലെങ്കിൽ ഇത്തരം പ്രായം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഇല്ലല്ലോ, പല ചിന്തകളുണ്ടാവും. പക്ഷേ ഈ 3 പേര് സഹായിക്കാനുണ്ടെങ്കിൽ
അതൊന്നും ഇവിടെ ബാധകമല്ല. അപ്പോൾ ഈ 3 പേരെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മുടെ കമ്പനി ഇന്ത്യക്ക് പുറത്തുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 9 രാജ്യങ്ങളുള്ളതുകൊണ്ട് ഓരോ രാജ്യത്തെ കറൻസി ഒരുപോലെയല്ല, ഡിഫറൻ്റ് ആണ്. നമുക്കറിയാം നമ്മുടെ വെസ്റ്റ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോയിന്റ് വാല്യൂലാണ്. അതായത് ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30 രൂപയുടെ പർച്ചേസ് ആണ്. ഇപ്പോൾ നമ്മളൊരു വെസ്റ്റിൻ്റെ ഡിസ്കൗണ്ട് ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഒരു 30 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ബില്ലടിച്ച് കഴിഞ്ഞാൽ ഒരു PV നമ്മുടെ പേരിൽ ബില്ലടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു 5% ക്യാഷ് ബാക്ക് നമ്മളിലേക്ക് തിരിച്ചു തരും. ബില്ലിലും അതിൻ്റെ പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മുടെ വെസ്റ്റീൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. ഐഡിയും പാസ്വേഡും വെച്ച് ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയും പാസ്വേഡും കിട്ടും. അത് വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ PV ഡിജിറ്റലായിട്ട് ആപ്ലിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതായത് ഒരു 30 രൂപയുടെ സോപ്പ് വാങ്ങിച്ചാലും 30 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും 5% ക്യാഷ് ബാക്കിന് അർഹനാണ് നമ്മളെല്ലാവരും. അതാണ് ഞാൻ ആദ്യം എന്ത് ഉൽപ്പന്നം വാങ്ങുമ്പോഴും സബ്സിഡി കിട്ടുമെന്ന് പറയാൻ കാരണം. ഇത് 600 PV ആയി കഴിയുമ്പോൾ എമൗണ്ടിൽ പറയുവാണെങ്കിൽ 12,000 രൂപ ബിസിനസ് ആയി കഴിയുമ്പോൾ 8% ക്യാഷ് ബാക്ക് നമ്മളിലേക്ക് തിരിച്ചു തരും. ഇതെന്നാണോ 2,400 PV ആവണേ, എമൗണ്ടിൽ പറയുകയാണെങ്കിൽ 72,000 രൂപയുടെ ബിസിനസ് എന്നാണോ ആവണേ അന്നൊരു 12% ക്യാഷ് ബാക്ക് നമ്മളിലേക്ക് തിരിച്ചു തരും. ഇതെന്നാണോ ഒരു 5,500 PV കംപ്ലീറ്റ് ആവണേ, എമൗണ്ടിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1,65,000 രൂപയുടെ ബിസിനസ് എന്നാണോ കംപ്ലീറ്റ് ആവണേ അന്നൊരു 16% ക്യാഷ് ബാക്കും വെസ്റ്റ് കമ്പനി നമ്മളിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു തരും. ഇത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിലൊരു ഫസ്റ്റ് ലെവലാണ് 5,500 PV, അതായത് 16% ആകുമ്പോഴാണ് ഈ വെസ്റ്റ് കമ്പനി നമുക്കൊരു ഫസ്റ്റ് പൊസിഷൻ തരും, ഫസ്റ്റ് ലെവൽ ഓഫ് റെക്കഗ്നേഷൻ തരും. അതിൻ്റെ പേര് ബ്രോൺസ് ചാർട്ടർ എന്നാണ്. നമ്മളൊരു ജോലിക്ക് പോലും നിങ്ങളൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും മിനിമം ഒരു 3 മാസം കൊണ്ട് മിനിമം ഒരു 5,000 മുതൽ 10,000 രൂപ എടുത്തൊരു എല്ലാ മാസം ഒരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റിയ ഒരു ഫസ്റ്റ് ലെവലാണ് ബ്രോൺസ് ചാർട്ടർ. വരുമാനം ഒരിക്കലും ഞാൻ പറഞ്ഞ ഫിക്സഡ് അല്ല. 15,000, 20,000, 25,000 രൂപ വരുമാനമാണ്. ഒരുപാട് ഫാമിലീസ് ഉണ്ട് മിനിമം ഒരു 5,000 മുതൽ 10,000 രൂപ എടുത്തിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും 3 മാസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ലെവലാണ് 5,500 PV ബ്രോൺസ് ചാർട്ടർ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 മാസം കൊണ്ട് വേണമെന്നോ 2 മാസം കൊണ്ട് വേണമെന്നോ 3 മാസം കൊണ്ട് വേണമെന്നോ ഒന്നുമില്ല. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ വെസ്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ക്യുമുലേറ്റീവ് പ്ലാൻ ആണ്. ഇപ്പം എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്തു, നമ്മളൊരു 600 പോയിന്റ് ആയെന്ന് വിചാരിക്കുക. പിന്നെ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റിയില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ തിരക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 5 മാസം കഴിഞ്ഞിട്ട്, ഒരു 5 വർഷം കഴിഞ്ഞിട്ട്, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും 601 തൊട്ടേ തുടങ്ങുള്ളൂ. ചെയ്ത് വെച്ച 600 പോയിന്റ് എന്ത് ചെയ്യില്ല, പോവില്ല. നമ്മൾ എവിടെ നിർത്തിയോ ആ നിർത്തിയോട് തന്നെ തുടങ്ങാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാലും ഈ PV കൂടി 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 എന്തെങ്കിലും 5,500 പോയിന്റ് ആവും. അപ്പോൾ 5%, 8%, 12% എന്നൊക്കെ പറയുമ്പോൾ അതാത് മാസം നമ്മൾ എത്ര പോയിന്റ്, എത്ര ബിസിനസ് കൊടുക്കുന്നു ആനുപാതികമായിട്ട് നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് ഉണ്ടാവും. രജിസ്റ്റേർഡ് ആയിട്ട് നമുക്കൊരു വരുമാനം കിട്ടുന്ന ലെവലാണ് 5,500 പോയിന്റ്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ ഇത്തരം വർഷമായിട്ട് നമ്മൾ ജീവിച്ചിട്ട് 1,65,000 സാധനങ്ങളാണോ നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടുള്ളൂ? ലക്ഷക്കണക്കിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് പണ്ട് വെസ്റ്റ് നിന്ന് വാങ്ങുവാണെങ്കിലോ പണ്ടേ ഒരു വരുമാനത്തിൽ എത്താറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ടാർഗറ്റോ ക്രൈറ്റീരിയോ ഒന്നുമില്ല. ഒരു അഡീഷണൽ വരുമാനം, ഒരു 10,000 രൂപ വരുമാനമൊക്കെ വേണമെന്നുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് പൊസിഷനാണ് ഇത് ബ്രോൺസ് ചാർട്ടർ. ഓക്കെ, നമ്മുടെ കമ്പനി പറഞ്ഞ 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക, നമ്മുടെ കട മാറി നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വെസ്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചുകൊണ്ടേ കൊടുക്കാം. നമുക്ക് ആ ബില്ല് സഹിതം തിരിച്ചുകൊണ്ടേ കൊടുക്കാം. ടാക്സ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് പൈസ എന്ത് ചെയ്യും, നമ്മളിലേക്ക് തന്നെ തിരിച്ചു തരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേറെ എന്ത് ഉൽപ്പന്നം നമുക്ക് വേണമെങ്കിൽ എമൗണ്ട് വാങ്ങാം. അത് നമ്മുടെ ചോയ്സാണ്. ഇനി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് വിലക്ക് ഷെയർ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വരുമാനം കമ്പനി നമ്മളിലേക്ക് തരാൻ തയ്യാറാണ്. ഷെയർ ചെയ്യാൻ ഒരിക്കലും ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് നല്ല കാര്യം കണ്ടാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. നല്ല സിനിമ കണ്ടാൽ പറയാറുണ്ട്, നല്ല ഡ്രസ്സ് വാങ്ങിച്ചാൽ പറയാറുണ്ട്, നല്ല ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാൽ പറയാറുണ്ട്. ഇപ്പോൾ നമ്മൾ കൊച്ചിനെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടറാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നല്ലതെന്ന് എപ്പോഴും ഓരോ ദിവസം നല്ല പല കാര്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഇന്നേ വരെ നമുക്കൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് 2 രീതി ചിന്തിക്കാൻ ആൾക്കാരുണ്ട്. ഒന്ന് ക്വാളിറ്റി. പണ്ട് ആൾക്കാർ എക്സ്പയറി ഡേറ്റുകൾ നോക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കണേ, പ്രധാനമായിട്ടും കോവിഡിന് ശേഷം ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ക്വാളിറ്റിയാണ്. പണ്ട് നമ്മൾ പോയി ഒരു ഷോപ്പിൽ പോയി നമ്മളെല്ലാം വലിച്ചു വാരി ഇടുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വലിച്ചു വാരി ഇടും, പക്ഷെ ഓരോന്നെടുത്ത് തിരിച്ചും മറിച്ചും നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുള്ളൂ. ശരിയല്ല? ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ക്വാളിറ്റിയാണ്. 2, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. നമുക്കറിയാം, ലൈഫിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ലൈഫിൽ വലിയൊരു മുന്നേറ്റം, വലിയൊരു നേട്ടം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ വരുമാനം വേണം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം വേണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീട് വേണം, ഒരു സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട കാറ് വാങ്ങണം, അല്ലെങ്കിൽ വിദേശ യാത്ര വേണം. അങ്ങനെ ഒരു മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുള്ള, എക്സാമ്പിൾ ഒരു കുറച്ച് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വരുമാനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു 5,500 പോയിന്റിൽ നമ്മളൊരു ബ്രോൺസ് ചാർട്ടറായി നമ്മളൊരു 5,000, 10,000 വരുമാനം എത്തും പോലെ നമ്മുടെ കൂടെ വന്ന ഒരാൾ, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ് ആയിരിക്കാം,
ഒരാൾ എന്നെങ്കിലും 5500 പോയിന്റ് ആയി കഴിഞ്ഞാൽ അവരും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ അവരും 5500 പോയിന്റ് ആവും. പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും, അതിന്റെ പേര് സിൽവർ ഡയറക്ടർ എന്നാണ്. മിനിമം ഒരു 25,000 മുതൽ 30,000 രൂപയ്ക്ക് അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ് സിൽവർ ഡയറക്ടർ. ഇവിടെ എന്ത് ചെയ്തപ്പോഴാണ് നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് വരുമാനം എത്തിച്ചു കൊടുത്തു. ഒറ്റയ്ക്കാണോ? അല്ല, നമ്മുടെ സ്പോൺസർ ഉണ്ട്, വെസ്റ്റ് ഉണ്ട്, വിന്നിംഗ് ടീം ഉണ്ട്. ടാർഗറ്റോ ക്രൈറ്റീരിയോ ഒന്നും ഇവിടെ ഇല്ല, ടൈം പീരീഡോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു ഫണ്ടും കൂടെ കിട്ടും. നമുക്കൊരു ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോൾ നമുക്കൊരു ടീം ബിൽഡിംഗ് ബോണസ് വരുമാനം കിട്ടും, ഡയറക്ടർ ബോണസ് വരുമാനം കിട്ടും. അതുപോലെ സിൽവർ ആകുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന വരുമാനമാണ് ലീഡർഷിപ്പ് ഓവർഹെഡിംഗ് ബോണസ്. ബെസ്റ്റ് ഒരു നമ്മുടെ ഏറ്റവും കൂടുതലുള്ള വരുമാനം അതാണ്, 18%. നമ്മുടെ കൂടെ ഉള്ളവർക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം. എക്സ്ട്രാ ഒരു ഫണ്ടും കൂടെ കിട്ടും, ട്രാവൽ ഫണ്ട്. ഞാൻ ആദ്യം പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 ഏഷ്യൻ ട്രിപ്പ് നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റും. ഒരു കുടുംബത്തിന് വരുമാനം എത്തിച്ചു കൊടുക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്താൽ മതി. ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ 2 പേര് 5500 പോയിന്റ് ബ്രോൺസ് ഡയറക്ടർ ആകുമ്പോൾ ഗോൾഡ് ഡയറക്ടർ എന്ന് പറയും, വരുമാനം ഇനിയും കൂടും. ഒരു 40,000 50,000 രൂപ കൊടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ് ഗോൾഡ് ഡയറക്ടർ. ഇങ്ങനെ 3 പേര് 5500 പോയിന്റിൽ ബ്രോൺസ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പേര് സ്റ്റാർ ഡയറക്ടർ എന്നാണ്. മിനിമം ഒരു 50,000 ഒരു 1,00,000 രൂപ കൊടുത്ത് വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റിയൊരു പൊസിഷനാണ്. മാത്രമല്ല എക്സ്ട്രാ ഫണ്ട് ഉണ്ട്, കാർ ഫണ്ട്. സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട കാർ വാങ്ങാൻ 80,000 രൂപ കമ്പനി എല്ലാ മാസം തരും. ഒറ്റയ്ക്ക് 50,000 രൂപ തരില്ല, ചിലപ്പോൾ 5,000 രൂപ 6,000 രൂപയും. ബിസിനസ് ആനുപാതികമായിട്ട് 80,000 രൂപ കമ്പനി എല്ലാ മാസം തരും ഇഷ്ടപ്പെട്ട കാർ വാങ്ങാൻ. ഇങ്ങനെ 4 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ച് നമ്മളെ പറയുന്ന പേര് ഡയമണ്ട് ഡയറക്ടർ എന്നാണ്. ഒരു 1,00,000 1 ലക്ഷം 1.5 ലക്ഷം വരുമാനം കിട്ടുന്ന മാത്രമല്ല, സിൽവർ ആയിരിക്കുമ്പോൾ 2 ഏഷ്യൻ ട്രിപ്പ് ആണെങ്കിൽ, ഡയമണ്ട് ആയിരിക്കുമ്പോൾ യൂറോപ്യൻ ട്രിപ്പ്. ഒരു വർഷത്തിൽ 3 വിദേശയാത്ര നമുക്ക് ഫാമിലിയായിട്ട് പോകാൻ പറ്റും. ഇനി ഒരു 6 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ നമ്മളെ പറയുന്ന പേര് ക്രൗൺ ഡയറക്ടർ എന്നാണ്. ഒരു 1.5 2 ലക്ഷം രൂപയുടെ വരുമാനം കിട്ടുന്ന മാത്രമല്ല, അടുത്തൊരു എക്സെറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ട്, ഹൗസ് ഫണ്ട്. സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട വീട് വെക്കാൻ 1,00,000 രൂപയുടെ കമ്പനി എല്ലാ മാസം തരും. അതും ഒറ്റയടിക്കല്ല, ചിലപ്പോൾ 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും. ബിസിനസ് ആനുപാതികമായിട്ട് 1,00,000 രൂപ കമ്പനി എല്ലാ മാസം തരും ഇഷ്ടപ്പെട്ട വീട് വെക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ വലിയ വീടൊക്കെ വെച്ചു, അപ്പോൾ അതിന് ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ അടയ്ക്കാൻ നിങ്ങൾക്ക് ആ പൈസ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ വീട് ഇല്ല, ആദ്യം സ്ഥലം വാങ്ങണം, സ്ഥലം വാങ്ങാൻ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങളൊരു വാടക വീട് അടക്കണം, ആ വാടക കൊടുക്കാൻ യൂസ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഫണ്ടുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി വരുമാനം വേണമെങ്കിൽ നമ്മുടെ കൂടെ 8 കുടുംബങ്ങളിലേക്ക് വരുമാനം വെച്ചാൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. കമ്പനിയുടെ അടുത്ത 9ാമത്തെ വരുമാനമുണ്ട് എലൈറ്റ് ക്ലബ് ബോണസ് എന്ന് പറയും, 2% റോയൽറ്റി ഇൻകം ആണ്. 20,00,000 രൂപ വാങ്ങിച്ചെടുക്കാൻ പറ്റിയ വരുമാനമാണ്. മിനിമം ഒരു 3,00,000 രൂപ വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇനിയും വരുമാനം വേണമെങ്കിൽ ഒരു 12 കുടുംബങ്ങളിലേക്ക് വരുമാനം വെച്ചാൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും, 5,00,000 രൂപ വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇനിയും വരുമാനം വേണമെങ്കിൽ ഒരു 16 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ വെസ്റ്റീജ്, നമ്മുടെ വെസ്റ്റീജ് കമ്പനിയുടെ ഹയസ്റ്റ് പൊസിഷനാണ് ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇങ്ങനെയുള്ളവരാണ് 10,00,000 രൂപയും 1,18,00,000 രൂപയും 75,00,000 രൂപയും 46,00,000 രൂപയൊക്കെ വരുമാനം വാങ്ങുന്ന ലേഡീസ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഫ്രണ്ട്സ്, ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ ഒന്നിനും പരിധികളില്ല എന്നുള്ളതാണ്. എല്ലാം അൺലിമിറ്റഡ് ആണ്, നമുക്ക് തീരുമാനിക്കാം നമ്മുടെ വരുമാനം. മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരിക്കലും കുറെ ആൾക്കാരെ ചേർത്ത് തള്ളിയിട്ടല്ല വരുമാനം, ടേൺ ഓവർ ആണ്. ഏതൊരു ബിസിനസിന്റെ നിലനിൽപ്പെന്ന് വെച്ചാൽ എന്താണ്? കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല. അല്ല, നമുക്കറിയാം ഇപ്പോൾ ഒരു ഹോട്ടൽ ലാഭം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റൽ ലാഭം എന്താന്ന് വെച്ചാൽ എത്രത്തോളം പേഷ്യന്റ് ദിവസേന വന്നു എന്നുള്ളതാണ്. ഒരു കോൾഗേറ്റ് കമ്പനി ഇപ്പോഴും നിലനിൽക്കാൻ കാരണം അവർ കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അത് ഇടനിലക്കാരും പരസ്യങ്ങളും വഴി ജനങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതൊരു കമ്പനിക്കും നിലനിൽക്കുന്ന ഈ കസ്റ്റമർ വേണം. ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ വെസ്റ്റീജ് കമ്പനിക്ക് ഇടനിലക്കാരും പരസ്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈ കാർ ഫണ്ടും ഹൗസ് ഫണ്ടും ട്രാവൽ ഫണ്ടും ഈ ഓഫറും വരുമാനമൊക്കെ നമ്മളിലേക്ക് തരാൻ പറ്റണേ. വേറെ ഒരു ലൊക്കേഷൻസും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 3 വിദേശയാത്രയുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി കണക്ട് ചെയ്ത് ഇന്ത്യൻ ടീമിന്റെയും ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടും എനിക്കും ഒരു ഫോറിൻ ട്രിപ്പ് പോകാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം 13,000 കൂടുതൽ ആൾക്കാർ കാർ ഫണ്ട് വഴി കാർ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ട വീട്, ഒരുപാട് പേരെ സ്വപ്നമാണ് ഇഷ്ടപ്പെട്ട ഒരു വീട്, സ്വന്തമായിട്ടൊരു വീട് വെക്കാന്നുള്ളത്. ഒരുപാട് പേര് അവരെ സ്വപ്നം നിറവേറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി വരാൻ പോണ റെവല്യൂഷനാണ്. 1 ഡയറക്റ്റ് സെല്ലിംഗ്, ഇനി വരാൻ പോണ ഫ്യൂച്ചർ ഇൻഡസ്ട്രി ആണ്. 2 വെൽനസ്, ഇനി വരാൻ പോണ റെവല്യൂഷനാണ്. 3 ഇ കൊമേഴ്സ്, ഇപ്പൊ തന്നെ ഡെവലപ്ഡ് ആണ്. നമുക്കറിയാം ഇപ്പൊ ആമസോൺ സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ഹോട്ടലോ കിച്ചൺ ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. യൂബർ ഓലെ സ്വന്തമായിട്ട് ടാക്സി ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. യൂട്യൂബ് സ്വന്തമായിട്ട് വീഡിയോ ഇല്ല, ഫേസ്ബുക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല, ഗൂഗിൾ പേക്ക് സ്വന്തമായിട്ട് ബാങ്ക് ഇല്ല. പക്ഷെ ഇന്ന് ലോകം ഭരിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരാണ്. ഇത് കാലഘട്ടം അനുസരിച്ച് മാറിക്കൊണ്ടുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഫ്രണ്ട്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഇതുവരെ വലിയ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാര്യം വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടിയത് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ മാറി ചിന്തിക്കണം. അങ്ങനെ മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റിയ ഈ സമയത്ത് ഏതൊരു സാധാരണക്കാരനും കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ആ ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, നമ്മുടെ ക്യാഷ് ഡീലിങ്സ് ഇല്ല. എന്തായാലും വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും കടയിൽ നിന്ന് വേണം. ആ കട മാറി വാങ്ങിച്ച് ഉപയോഗിച്ചാൽ അതിലൂടെ നമ്മുടെ ലൈഫ്, നല്ലൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. എല്ലാവർക്കും നല്ല തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഓക്കെ, വിഷ് യു വെൽ. താങ്ക് യു. Wow, thank you, ശ്രീധർ സർ.
ഏതൊരു വ്യക്തിക്കും അല്ലേ, ജസ്റ്റ് ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് വിന്നിംഗ് ടീമിൻ്റെ സഹായത്തോടു കൂടി ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ അവസരം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ സാറ് പറഞ്ഞു തന്നു. കൺഗ്രാജുലേഷൻ, താങ്ക് യു സാർ. സാറ് ഈ ഒരു അവസരത്തിലൂടെ ഇദ്ദേഹം 3 കുടുംബങ്ങളെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു സ്റ്റാർ ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിലൂടെയാണ് അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ അവസരം ഇന്ന് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ അദ്ദേഹത്തിനുള്ള നന്ദി നമുക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന വ്യക്തി ഈ ഒരു അവസരത്തിലൂടെ വിജയിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹം വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് ഞാൻ ഏറെ സന്തോഷവാനാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൽ നിന്നാണ് ഞാനും ഈ അവസരം കേൾക്കാനിടയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു വേദ പണ്ഡിതനാണ്. പൂജാരി ആയിരിക്കുമ്പോൾ അന്ന അവസരത്തിലാണ് അദ്ദേഹം ഈ ഒരു അവസരം കേൾക്കാനിടയായത്. ഇന്ന് പാഷനായിട്ട് ഈ ഒരു അവസരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് 8 കുടുംബങ്ങളിലൂടെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും സമ്പത്തും എത്തിച്ചു കൊടുത്തുള്ള ഒരു വ്യക്തിയാണ് നമുക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യാം. ഏറെ സന്തോഷത്തോടു കൂടി, എന്താ പറയുക, ബഹുമാനത്തോടു കൂടി, ഏറെ എക്സൈറ്റ്മെന്റോട് കൂടി അദ്ദേഹം ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. വാം വെൽക്കം ശ്രീദാസ് കടലൂർ. വെൽക്കം സാർ. ഹായ് എവരി വൺ, ഐ എം ശ്രീദാസ് കടലൂർ. വളരെ സന്തോഷം, ശശിയേട്ടൻ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. വളരെ എക്സലൻ്റ് ആയിട്ടുള്ള, വളരെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു ഫ്ലോയോട് കൂടിയിട്ടുള്ള ഒരു ബിസിനസ് പ്രസൻറ്റേഷൻ നമ്മളിവിടെ കേട്ടു. ഒരുപക്ഷെ നമ്മളിരിക്കുന്നത് നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മൾ എവിടെയാണ് എന്നുള്ളത് ചോദ്യമില്ല. പക്ഷേ എന്ത് മനസ്സിലാക്കി എന്നതിലാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ പലപ്പോഴും നമ്മളുടെ മുന്നിലൂടെ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് നമ്മൾ എന്നാണോ ചിന്തിക്കാൻ തുടങ്ങുന്നത് ആ സമയം മുതലാണ് അത് നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കുന്നുണ്ടാവുള്ളൂ. സോ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ രീതിയിൽ എത്ര പേര് ഇതിനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങളൊരു പക്ഷേ ഈ പ്രസൻറ്റേഷൻ കേൾക്കുന്നത് എത്രാമത്തെ തവണയാണെന്നുള്ളതല്ല, മറിച്ച് നമ്മൾ ഈ പ്രസൻറ്റേഷൻ എത്രമാത്രം ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിലാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. എൻ്റെ പ്രൊഫഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടുള്ള വേദമാണ്. വേദിക് ഫീൽഡായിട്ട് ഏകദേശം ഒരു 10-30 വർഷത്തിലധികമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. കേരളത്തിൽ തന്നെ വേദിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നും പാസീവായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ആക്റ്റീവ്ലി ഒരു 98% ആക്റ്റീവ്ലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊഫഷനാണ്. തീർച്ചയായിട്ടും ഞാൻ ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഷോപ്പ് ചേഞ്ച് ചെയ്താൽ നമുക്ക് ലൈഫ് ചേഞ്ച് ചെയ്യാം. ഒരു ഒപ്പ് പോലും ഇടാതെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ആൻട്രപ്രണറായിട്ട് മാറാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ അടുക്കള തന്നെ ഓഫീസാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, കുറേ നല്ല രീതിയിലുള്ള ചിന്തകൾ ശ്രീരാഗ് നമുക്ക് തന്നു അല്ലേ. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള, ഞാനൊരു 5 മിനിറ്റാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 9:30 വേറൊരു സെഷൻ ഉണ്ട്. സോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരുപക്ഷെ നമ്മളെല്ലാവരും വരുമാനം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. പലപ്പോഴും നമ്മളുടെ വരുമാനം വാങ്ങുന്ന ആ വരുമാനത്തിൻ്റെ തോത് അളവിനനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്റ്റാറ്റസിനെ എന്നൊക്കെ നമ്മൾ പറയാറ് അല്ലേ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കുറേ കാശ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുറേ വരുമാനം ഉണ്ടാക്കുന്ന വ്യക്തി. എൻ്റെ ചോദ്യം അതല്ല. നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം എത്ര എന്നുള്ളതല്ല മീനിങ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യം എത്ര എന്നുള്ളതിനല്ല, മറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം എങ്ങനെയുള്ള വരുമാനമാണ് ലഭിക്കുന്നത്. ശ്രീരാഗ് അവിടെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ആക്റ്റീവ് ഇൻകത്തിനെ കുറിച്ചും പാസീവ് ഇൻകത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മളെ ആബ്സെൻസിലും, നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരുപക്ഷെ കുറച്ച് നാൾ പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കിട്ടുന്നൊരു വരുമാനമാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി. ഒരുപക്ഷെ ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഓഫ് കോഴ്സ് ഇവിടെ ഉണ്ട്. കമ്പനി പ്രൊഫൈൽ ഈസ് ഔട്ട്സ്റ്റാൻഡിങ്, എക്സലൻറ്റ് പ്രൊഫൈലുള്ള കമ്പനിയാണ്. ബട്ട് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളുടെ ചിന്തകളിൽ ഏറ്റവും കൂടുതൽ ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാകുന്നത് ഇറ്റ്സ് എ പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി. നമ്മളുണ്ടാക്കുന്ന ഈ വരുമാനം അതൊരു പക്ഷേ നമ്മളുടെ ആബ്സെൻസിലും അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഒരുപക്ഷെ ചിന്തിച്ചു നോക്കുക, അടുത്ത ഒരു 60 ദിവസം, അല്ലെങ്കിൽ വേണ്ട ഒരു 10 ദിവസം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് സാലറി ഇല്ല എങ്കിൽ
വാട്ട് വിൽ ഹാപ്പൻ ഇൻ യുവർ ഫാമിലി? തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ ഇതൊരു പാസീവ് ഇൻകം ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് വെസ്റ്റീജ് ബിസിനസ് ആർക്കും സ്റ്റാർട്ട് ചെയ്യാം, പ്രത്യേകിച്ച് യാതൊരുവിധ മുതൽ മുടക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടും, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ കുറച്ചും കൂടെയും ഒരു ക്വാളിറ്റി പ്രീമിയം പ്രൊഡക്റ്റ് ആ ഒരു ഫീലോട് കൂടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും വെസ്റ്റീജ് സ്റ്റാർട്ട് ചെയ്യാം. പ്രായപരിധി 18 വയസ്സിന് മുകളിലുള്ള ആർക്കും സ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. പക്ഷേ ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഇതിനെ നമുക്കൊരു വലിയ രീതിയിലേക്ക്, ഒരു വലിയ സാമ്രാജ്യം ഈ ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ വി ഹാവ് ടു കണക്ട് വിത്ത് വിന്നിങ് ടീം. ഒരു പക്ഷേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഘടകമാണ് ദ റോൾ ഓഫ് വിന്നിങ് ടീം ഇൻ വെസ്റ്റീജ് ബിസിനസ്. ഒരുപക്ഷെ നമ്മളെല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഇൻഫോർമേഷൻ ഏജിൽ അറിവിന് പ്രത്യേകിച്ച് പഞ്ഞമില്ല. എന്ത് വിഷയത്തിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ട് അല്ലേ? പണ്ടൊക്കെ നമുക്കൊരു വാട്സപ്പിൽ മെസ്സേജൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇന്ന് വാട്സപ്പ് മെസ്സേജൊക്കെ നമുക്ക് അൺറീഡ് മെസ്സേജുകൾ ഒരുപാട് ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ ഭയങ്കര കൗതുകമായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് ജങ്കായിട്ടുള്ള ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഇൻഫർമേഷൻ ഏജിൽ പ്രത്യേകിച്ച് കഥകളില്ല, നമുക്ക് ഒരുപാട് അറിവുകളുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള ട്രൂ ശരിയായിട്ടുള്ള ഇൻഫോർമേഷൻ അതെന്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വിന്നിങ് ടീം ഓർഗനൈസേഷൻ നമ്മളുടെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ട്രൂ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ജീവിത വിജയത്തിന് വേണ്ട ഒരു സോഫ്റ്റ്വെയർ ആണ് ശരിക്ക് വിന്നിങ് ടീം നമ്മളുടെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു പക്ഷേ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് യാതൊരുവിധ ബിസിനസ് ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഞാൻ ആക്ച്വലി പഠിച്ചിട്ടുള്ളത് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇന്ന് എനിക്ക് വലിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്താൻ സാധിച്ചിട്ടുണ്ട്. പല ബിസിനസ് ഫോറങ്ങളിലേക്കും എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ സെഷൻ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിൽ ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് മാറാനും ഒക്കെ പലതരത്തിലുള്ള ഇൻവിറ്റേഷൻ ഓരോ ദിവസവും. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സ്പീക്കേഴ്സിൻ്റെ ഒരു ഫോറം ഉണ്ടായിരുന്നു. ആ ഫോറത്തിലേക്ക് എനിക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ ആ ഒരു ലെവലിൽ ഒരു ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ സാധിച്ചത് ഓഫ് കോഴ്സ് ഇവിടെ നമ്മൾ വിന്നിങ് ടീമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. സോ നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ തീരുമാനമെടുത്ത എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു ജീവിതചര്യയാണ് നമുക്ക് വിന്നിങ് ടീം കാട്ടിത്തരുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലെ, ഓൾറെഡി ശ്രീരാഹുൽ ഹാസ്റ്റ് പറഞ്ഞ പോലെ, ഇന്ന് ജീവിക്കുന്ന പോലെ, ഇന്ന് ചിന്തിക്കുന്ന പോലെ, ഇന്ന് പെരുമാറുന്ന പോലെ തന്നെയാണ് ഞാൻ നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം കഴിഞ്ഞാലും ചെയ്യാനും ഒക്കെ പോകുന്നത് എങ്കിൽ ഒരുപക്ഷെ ഷോപ്പ് ചേഞ്ച് ചെയ്തത് കൊണ്ട് മാത്രം വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ചിന്താഗതികളാണ് എപ്പോഴും, നമ്മുടെ മൈൻഡ് പവർ വർദ്ധിക്കുമ്പോഴാണ് മണി പവർ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എക്കോസിസ്റ്റം, ആ ഒരു രീതിയിലേക്ക് അതിലേക്ക് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാം. ഒരുപക്ഷെ ഒരുപാട് ചാമ്പ്യൻസിൻ്റെ വിജയഗാഥ രചിച്ചിട്ടുള്ള ഒരു വലിയ ഓർഗനൈസേഷനാണ് വിന്നിങ് ടീം. പല ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കണമെങ്കിൽ പോലും നമ്മളുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ബ്രെയിൻ എപ്പോഴും റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിലേറ്റിവിറ്റിയിലൂടെ വർക്ക് ചെയ്യുന്നൊരു സംഭവമാണത്. മിറർ ന്യൂറോൺസ് എന്നൊക്കെ പറയും. നമ്മളുടെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് നമുക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. സോ ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക്, അത് ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ, കിട്ടുന്ന ആ അത് ഒരു കാരണവശാലും മിസ് ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ മോർണിംഗ് CEP ക്ലബ്ബുകൾ നടക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും നിർബന്ധമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് എടുക്കേണ്ടത് നിങ്ങളുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വിന്നിങ് ടീമിൻ്റെ CEO മീറ്റിംഗ്, അത് ഫിസിക്കലി നടക്കുന്ന അത് എവിടെയുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കൊരു 50 കിലോമീറ്റർ വരെ ആ CEO മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം യാത്ര ചെയ്തതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. യു ഹാവ് ടു ട്രാവൽ, ബിക്കോസ് ഇത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് പാസീവ് ഇൻകം കൊണ്ടുവരാൻ പോകുന്ന, അടുത്ത തലമുറയിലേക്ക് ഇൻകം കിട്ടാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ ആഴ്ചയിൽ ഒരു ദിവസം, അത് 50 കിലോമീറ്റർ വരെ യാത്ര ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ വീക്ക്ലി ഒരു CEO മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ഒരു പക്ഷേ മാസത്തിൽ ഒരു തവണ ഏതെങ്കിലും തരത്തിലുള്ള മെഗാ പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത്
അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഈ നവംബർ 22-ന് നമുക്ക് തൃശ്ശൂരിൽ വെച്ചിട്ട് മെഗാ അച്ചീവേഴ്സ് മീറ്റ് വരാൻ പോകുന്നു. ഒരു പക്ഷേ ആ പ്രോഗ്രാമിലേക്ക് ഞാൻ പേഴ്സണലി ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, ഈവൻ മുംബൈയിൽ നിന്ന് വരുന്ന ആളുകൾ വരെ ആ പ്രോഗ്രാമിനുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 24 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ഞാൻ നേരിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾ വില കൊടുക്കാൻ റെഡിയാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഒരു വർഷം കൊണ്ട് ഞാൻ വെസ്റ്റീജ് ബിസിനസ് ഞാൻ നോർമലി ഒരാളുടെ അടുത്ത് പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ നോർമലി അവരുടെ അടുത്ത് പറയാറുള്ളൊരു കാര്യമാണ്, 90 ഡേയ്സ് മിഷനായിട്ട് അടുത്ത ഒരു 90 ദിവസം കൊണ്ട് ഒരു 50,000 രൂപ വരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആണ് എങ്കിൽ, എല്ലാവർക്കും പൈസ വേണം, എവരി വൺ ഈസ് ഇൻട്രസ്റ്റഡ് ബട്ട് ഫ്യൂ ആർ കമ്മിറ്റഡ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഏത് പൈസയെക്കുറിച്ച് പറയാനും പൈസ കിട്ടുമെന്ന് കേൾക്കാനും, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബട്ട് ഹൗ മെനി ഓഫ് യു ആർ കമ്മിറ്റഡ്? നിങ്ങൾക്ക് എത്ര പേർക്ക് അതിന് വേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്? നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ജേണി അല്ലെങ്കിൽ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചില യാത്രകളും ചില ഇവൻറ്റുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അടുത്ത 90 ഡേയ്സ് പുതിയൊരു വർഷം വരാൻ പോവുകയാണ് അല്ലേ? നമ്മളിൽ നിന്ന് ഈ 2025 കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിയും. ഒരുപക്ഷെ എല്ലാ പുതുവർഷത്തിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് എക്സ്പെക്റ്റേഷനുമായിട്ടാണ് നമ്മൾ പുതുവർഷങ്ങളെ വരവേൽക്കാറുള്ളത്. 2026-നെയും നമ്മൾ അങ്ങനെ തന്നെ വരവേൽക്കും. പക്ഷെ 2026 അവസാനിക്കുന്ന സമയത്ത് എങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ജീവിത വിജയത്തിൻ്റെ കഥ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കളുടെ മുന്നിലെങ്കിലും പറയാൻ സാധിക്കണ്ടേ? ഒരുപക്ഷെ ബാക്കിയെല്ലാ ഒരു പ്ലാറ്റ്ഫോമും ഇല്ലെങ്കിൽ പോലും ഇവിടെ വെസ്റ്റീജൻ ആൻഡ് വിന്നിംഗ് ടീമിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ മക്കളുടെ അടുത്തെങ്കിലും ഞാൻ അച്ഛൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് മക്കളെ, അല്ലെങ്കിൽ അമ്മ ഞാൻ ഇങ്ങനെയാണ് വിജയിച്ചത് മക്കളെ, ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള കുഞ്ഞു തീരുമാനങ്ങളാണ് മക്കളെ നമ്മളെ വിജയിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടിത്തന്നിട്ടുള്ളത്, ഡ്രീം കാർ, ഡ്രീം ട്രിപ്പ്, ഇതൊക്കെ നമുക്ക് നേടിത്തന്നിട്ടുള്ളത് ഈ ഒരു ചില സാക്രിഫൈസുകളാണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ സാധിക്കണം. ഞാൻ ഫൈനലായിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. സിംഗിൾ വേർഡ്, ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. നവംബർ 22 വിൽ ബി എ ഗെയിം ചേഞ്ചർ ഇൻ യുവർ ലൈഫ്. 2025 നവംബർ 22 ഉച്ചയ്ക്ക് 1 മണി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തൃശ്ശൂരിൽ കാൽഡിയൻ സെൻറ്ററിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ലൈഫ് ഞാൻ എഴുതി തരാം, ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം, നിങ്ങളുടെ ലൈഫ് വിൽ ബി ചേഞ്ച് ഫോർ എവർ. നിങ്ങളുടെ അടുത്ത തലമുറകൾ വരെ നിങ്ങളോട് താങ്ക്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും, അച്ഛാ അമ്മേ ഇത്രയും നല്ല അവസരങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാതിരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കും. സോ ഗെറ്റ് റെഡി, ചേഞ്ച് യുവർ സെൽഫ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആദ്യം ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. തൃശ്ശൂർ ദൂരെയല്ല. നിങ്ങളൊരു പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, ബാംഗ്ലൂരിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, മുംബൈയിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും തൃശ്ശൂർ ദൂരെയല്ല. നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രണ്ടോ റിലേറ്റീവോ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ നിങ്ങളൊരു പക്ഷേ തൃശ്ശൂരിൽ വരുമായിരിക്കും അല്ലേ? സോ നിങ്ങളുടെ ജീവിതം എത്രമാത്രം വാല്യൂ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവരുടെ ലൈഫിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ നവംബർ 22 വി വിൽ മീറ്റ് അറ്റ് തൃശ്ശൂർ അച്ചീവേഴ്സ് മീറ്റ്. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു സാർ. വ്യക്തമാണ് സാർ പറഞ്ഞത്. വിന്നിംഗ് ടീമിനെ കുറിച്ച് സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തികളും തീർച്ചയായും പിന്തുടരേണ്ട ഒന്ന് തന്നെയാണ് വിന്നിംഗ് ടീമിൻ്റെ സിസ്റ്റം. ഇതിലൂടെ വിജയിച്ചിട്ടുള്ള സാറിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കുക. നമ്മുടെ 22-ാം തീയതി ഉള്ള വിന്നിംഗ് ടീമിൻ്റെ പ്രോഗ്രാമിന് ഞാനും അവിടെ അറ്റൻഡ് ചെയ്യുന്നുള്ളത്. ഞാൻ തീർച്ചയായിട്ടും അവിടെ അറ്റൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും 22-ാം തീയതി അവിടെ ഒന്നിച്ച് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾക്ക് കേട്ടു.
അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റികളിൽ വിജയിച്ച ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടു. ഇനി വേണ്ടത് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നല്ലൊരു തീരുമാനമെടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.